നമ്മൾ ഇതുവരെ പഠിച്ചതും പഠിച്ചുകൊണ്ടിരിക്കുന്നതും ഇനി പഠിക്കാനുള്ളതും എല്ലാം സത്യത്തിൽ നമ്മളെ കുറിച്ച് മാത്രമാണ്. നമ്മളെ കുറിച്ച് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. നമ്മൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് പല സ്ഥലത്തു നിന്ന് നമ്മൾ പഠിക്കാറുണ്ട്. പക്ഷെ നമ്മളെ കുറിച്ച് മാത്രം നമ്മൾ എവിടെയും പഠിക്കാറില്ല. ആരും നമ്മളെ പഠിപ്പിക്കാറുമില്ല. ഇതാണ് നമ്മൾ ഈ സംഭവത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ ഹ്യൂമൻ സൈക്കോളജി വെച്ചിട്ടുള്ള അല്ലെങ്കിൽ മനുഷ്യ ശാസ്ത്രമാണ് നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പല ഭാഗങ്ങളും പല രീതിയിലാണെന്ന് മാത്രം. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പറഞ്ഞിരുന്നത് നമ്മള് വേറെ ഒരു വേറെ കുറെ കാര്യങ്ങളാണ് പറയുന്നത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എനർജിയെ കുറിച്ചിട്ടാണ്. എന്താണ് എനർജി? എനർജി എന്ന് പറയുന്നത് എനർജി എന്ന് പറയുന്നത് പ്രവർത്തിക്കുവാനും ചിന്തിക്കുവാനും അനുഭവിക്കുവാനും മുന്നോട്ട് പോകുവാനും നമ്മളെ സഹായിക്കുന്ന ശക്തിയെയാണ് നമ്മൾ എനർജി എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്? നമ്മൾ പ്രവർത്തിക്കുവാനും ചിന്തിപ്പിക്കുവാനും അല്ലെങ്കിൽ ചിന്തിക്കുവാനും അനുഭവിക്കുവാനും അതുപോലെ തന്നെ മുന്നോട്ട് പോകുവാനും നമ്മളെ സഹായിക്കുന്ന ശക്തിയെയാണ് നമ്മൾ എനർജി എന്ന് പറയുന്നത്. ക്വാണ്ടം ഫിസിക്സ് പറയുന്നുണ്ട് എനർജി ഈസ് എവറിത്തിങ്, എവറിത്തിങ് ഈസ് എനർജി എന്ന് പറയുന്ന ഒരു സാധനം കാണാം. എനർജിയാണ് എല്ലാം, എല്ലാമാണ് എനർജി. നമ്മൾ എന്തൊക്കെ തടസ്സങ്ങൾ ഉണ്ടായാലും നമ്മളുടെ ഉള്ളിൽ നമുക്ക് എനർജി ഉണ്ടെങ്കിൽ നമുക്ക് മുന്നോട്ട് കുതിക്കാൻ പറ്റും. നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് നമ്മൾ പ്രതിസന്ധികൾ വരുമ്പോ അതിന്റെ കൂടെ താഴേക്ക് പോകുന്നതിന് പകരം പ്രതിസന്ധികൾക്ക് എതിരെ നമുക്ക് തുഴഞ്ഞു നീന്താൻ കഴിയുമ്പോഴാണ് നമ്മൾ സത്യത്തിൽ മുന്നോട്ട് പോകുന്നത്. നിങ്ങൾ മീനിനെ ശ്രദ്ധിച്ചാൽ അറിയാം, പുഴയിലുള്ള മത്സ്യത്തിനെ ശ്രദ്ധിച്ചാൽ അറിയാം. നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്ന് വെള്ളം ഒലിക്കുന്ന ഭാഗം ഉണ്ടെങ്കിൽ അവിടെ വന്ന് നിൽക്കുന്നത് കാണാം എല്ലാ മത്സ്യങ്ങളും. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മത്സ്യത്തിന് എപ്പോഴും ഒഴുക്കിനെതിരെ നീന്താനാണ് ഇഷ്ടം. അത് എന്തെങ്കിലും പേടിക്കുമ്പോ, ഇപ്പൊ നമ്മളെ എന്തെങ്കിലും പേടിപ്പിക്കുമ്പോഴാണ് അത് ഒഴുക്കിന്റെ അതേ ദിശയിൽ ഒഴുകാറുള്ളത്. നമ്മൾ പുഴയിലോ അല്ലെങ്കിൽ തോടിലോ അല്ലെങ്കിൽ ആറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഒഴുക്കിന് എതിരെ നീന്തിക്കൊണ്ടിരിക്കുന്ന മത്സ്യത്തിന്റെ മുന്നിലേക്ക് എന്തെങ്കിലും ഒരു പ്രതിസന്ധി, ഒരു പ്രശ്നം, ഒരു പേടിപ്പിക്കുന്ന സാധനം വരുമ്പോഴാണ് അത് സത്യത്തിൽ പിന്തിരിഞ്ഞ് ബാക്കോട്ട് ഓടാറുള്ളത്. അല്ലെങ്കിൽ അത് വളരെ വ്യക്തമായി നമുക്ക് കാണാൻ സാധിക്കും അത് മുന്നോട്ടാണ് കുതിച്ചുകൊണ്ടിരിക്കുക. എത്ര ശക്തമായ വെള്ളത്തിന്റെ ഒലിവുണ്ടെങ്കിലും അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഡാമിലൊക്കെ വെള്ളം ചാടുന്നതിന് എതിരെ മത്സ്യങ്ങൾ അങ്ങോട്ടേക്ക് ചാടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ശരിക്കും ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നമ്മൾ ഒബ്സർവ് ചെയ്യാത്തതുകൊണ്ടാണ് അത് മനസ്സിലാക്കാൻ സാധിക്കും. എന്താണ് സത്യത്തിൽ സംഭവിക്കുന്നത്? അതിനെ ഏറ്റവും ഇഷ്ടം എന്താണ്? ഏറ്റവും ഇഷ്ടം ഒഴുക്കിനെതിരെ നീന്താനാണ്. ഇതുപോലെ തന്നെയാണ് നമ്മളും ചിന്തിക്കേണ്ടത്. നമുക്ക് വരുന്ന പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ട് പ്രതിസന്ധികൾക്ക് എതിരെ അല്ലെങ്കിൽ പ്രതിസന്ധികളിലൂടെ നമുക്ക് കടന്നു പോകാൻ സാധിക്കുക എന്നുള്ളതാണ് സത്യത്തിൽ നമ്മൾ ചെയ്യേണ്ടത്. ഇതിനാവശ്യമായിട്ടുള്ള സാധനത്തിന്റെ പേരാണ് എനർജി. അതാണ് പറഞ്ഞത്, നമ്മൾ പ്രവർത്തിക്കുവാനും ചിന്തിക്കുവാനും അനുഭവിക്കുവാനും മുന്നോട്ട് കുതിക്കുവാനും വേണ്ടി നമ്മളിൽ ഉണ്ടാവേണ്ട നമ്മളെ സഹായിക്കുന്ന ശക്തിയെയാണ് നമ്മൾ എനർജി എന്ന് പറയുന്നത്. ഇതാണ് യാഥാർത്ഥ്യം. നമ്മൾ എപ്പോഴും നമ്മളെ ഡെയിലി ലൈഫും അല്ലെങ്കിൽ നമ്മൾ കണക്ട് ചെയ്യുന്ന മേഖലയുമായിട്ട് നോക്കുമ്പോഴാണ് നമുക്കിതിന്റെ സത്യങ്ങൾ മനസ്സിലാവുന്നത്. നമ്മൾ എത്രത്തോളം ഒബ്സർവേഷൻ സ്കില്ലിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ അതനുസരിച്ചിട്ട് നമുക്ക് ഓരോ സ്റ്റെപ്പുകളും വളരെ വ്യക്തമായിട്ട് കയറിപ്പോകാൻ സാധിക്കും. ഇത് നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളാണ് പറയുന്നതും പഠിക്കുന്നതും. പക്ഷെ ഇത് നമ്മളിൽ വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കും. വലിയ കാര്യങ്ങൾ പഠിച്ചത് കൊണ്ട് വലിയ മാറ്റങ്ങൾ സംഭവിച്ചോളണം എന്നില്ല. എന്നാൽ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ പഠിച്ചിട്ട് കുഞ്ഞു കുഞ്ഞു സ്റ്റെപ്പിലൂടെ വലിയ മേഖലകളെ അല്ലെങ്കിൽ വലിയ മാറ്റങ്ങൾ നമ്മളിൽ ഉണ്ടാക്കാൻ സാധിക്കും എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള വളരെ സിമ്പിളായി, ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം എനർജി, നമ്മൾ കേൾക്കുന്നതാണ്, എനർജിനെ കുറിച്ചിട്ട് കേൾക്കുന്നതാണ്, നമുക്കറിയാം എനർജി എന്ന് പറഞ്ഞാൽ എന്താ, ഇതൊക്കെ നമുക്ക് അറിയെങ്കിലും ഇതിന് എത്രത്തോളം ഡെപ്ത് ഉണ്ട് നമ്മളുടെ ലൈഫിൽ, നമ്മുടെ ഡെയിലി ലൈഫിൽ എത്രത്തോളം ഇതിന് സ്വാധീനമുണ്ട് എന്ന് നമ്മൾ പഠിക്കുമ്പോഴാണ് നമ്മളുടെ ഉള്ളിലേക്ക് ഇത് ശരിക്കും ഈ ആഴ്ന്നിറങ്ങുന്നത്.
അങ്ങനെ പഠിക്കാത്തോടത്തോളം സാധനം നമുക്കറിയാം. എനർജി എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ട്. അത് നമുക്ക് അത്യാവശ്യമാണ്. ഇതെല്ലാം നമുക്കറിയാം. ഇതൊക്കെ നമുക്കറിയാം. ആസ് യൂഷ്വലി നമുക്ക് എല്ലാവർക്കും അറിയാം. എനിക്കറിയുന്നതിലേറെ ചിലപ്പോൾ മേ ബി നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഇത് എന്താണ് റിയാലിറ്റി? ഇതാണ്. നമുക്ക് പ്രതിസന്ധി വരും. പ്രതിസന്ധികൾ വന്നിരിക്കും. 100% പ്രതിസന്ധി ഒന്നും വരുന്നില്ലെങ്കിൽ അതിനർത്ഥം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ യഥാർത്ഥ റൂട്ടിലല്ല. പ്രശ്നങ്ങൾ വരും. വന്നില്ലെങ്കിൽ നമ്മൾ യഥാർത്ഥ റൂട്ടിലല്ല. നമ്മൾ യഥാർത്ഥ റൂട്ടിലാണെങ്കിൽ നമുക്ക് പ്രതിസന്ധികൾ വരും. അതിനെ തരണം ചെയ്യാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ അപ്പോഴും നമ്മൾ മനസ്സിലാക്കിയ നമ്മൾ ശക്തരല്ല. നമ്മളിൽ എന്തൊക്കെയോ ബലഹീനതകളുണ്ട്. നമ്മളിൽ എന്തൊക്കെയോ മിസ്റ്റേക്കുകളുണ്ട്. ആ മിസ്റ്റേക്കുകളെ നമ്മൾ തിരുത്തണം എന്നുള്ളതാണ് അത് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മൾ മനസ്സിലാക്കുക. ഒരു ഇന്റർവ്യൂവിന് പോയി ഞാൻ പൊട്ടി, ഇന്റർവ്യൂ എനിക്ക് കിട്ടിയില്ല. അതിനർത്ഥം ഇന്റർവ്യൂ ചെയ്ത ആളോ നിങ്ങൾ പഠിച്ച സ്ഥാപനമോ അല്ലെങ്കിൽ നിങ്ങളുടെ സർട്ടിഫിക്കറ്റോ ഇതൊന്നുമല്ല അതിന് കുറ്റക്കാരൻ. നിങ്ങളാണ്. എന്താണ്? നിങ്ങൾ ആ സ്ഥാപനത്തിൽ വന്ന വേക്കൻസിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല? നിങ്ങൾക്ക് അതനുസരിച്ചിട്ട് മാറാൻ സാധിച്ചിട്ടില്ല. അതനുസരിച്ചിട്ട് നിങ്ങൾ പഠിച്ച് മൂവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അതിനനുസരിച്ചുള്ള എനർജി നിങ്ങളുടെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ യാഥാർത്ഥ്യം. ഞാൻ എന്റെ ഫീൽഡിൽ എന്തെങ്കിലും പരാജയം അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഞാൻ ആ എത്തേണ്ട ലെവലിലേക്ക് വേണ്ട എനർജി എന്റെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടില്ല. ഇതാണ് സത്യം. ഇത് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ എവിടെയാണ് ഇതിന്റെ ഏറ്റവും വലിയ കീ പോയിന്റ് എടുക്കുന്നത് എന്നുള്ളതാണ് നോക്കേണ്ടത്. 3 എനർജികളാണ് നമ്മളുടെ ഉള്ളിലുള്ളത്. ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് 3 കാര്യങ്ങൾ കൂടി ചേർന്നതാണ് നമ്മൾ എന്ന് പറയുന്നത്, മനുഷ്യൻ എന്ന് പറയുന്നത്. നമ്പർ 1 ഈസ് അയാളുടെ ബ്രെയിൻ ആണ്. രണ്ടാമത്തെ പറഞ്ഞാൽ നമുക്ക് കാണാനോ പിടിക്കാനോ തൊടാനോ ഒന്നും സാധിക്കാത്ത, ഓപ്പറേറ്റ് ചെയ്യാനോ ഒന്നും സാധിക്കാത്ത നമ്മളുടെ മൈൻഡാണ്. മൂന്നാമത്തത് എന്ന് പറയുന്നത് നമ്മളുടെ ബോഡി മസ്കുലാർ സിസ്റ്റം ആണ്. ഈ 3നെയും ആരാണോ അലൈൻ ചെയ്ത് കൊണ്ടുപോകുന്നത്, അതായത് ഇതിനെ ഒരേപോലെ ഒരേ ദിശയിലേക്ക്, ഒരു വണ്ടിയുടെ ടയർ ഒരേ ദിശയിലേക്ക് കറങ്ങുന്നത് പോലെ എങ്ങനെ കറക്കി കൊണ്ടുപോകുന്നുണ്ടോ അയാൾക്കാണ് സത്യത്തിൽ അയാളുടെ ജീവിതം ഏറ്റവും മികച്ച നിലയിൽ കൊണ്ടുപോകാൻ സാധിക്കുക എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതാണ് സത്യം. പക്ഷേ നമുക്ക് പല സാഹചര്യങ്ങളെ കൊണ്ടും പല സന്ദർഭങ്ങളെ കൊണ്ടും പല പ്രതിസന്ധികൾ വരുമ്പോഴും നമ്മളുടെ ഉള്ളിലുള്ള എനർജി കുറവ് കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ബാക്കോട്ട് പോകും. ആ ബാക്കോട്ട് പോകുമ്പോൾ നമുക്ക് എല്ലാം നഷ്ടപ്പെടും. ഈ 3 എനർജികളുണ്ട്. 3 തരത്തിലുള്ള എനർജികളുണ്ട്. ഒന്നാമത്തെ എനർജി എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ എനർജിയാണ്. ഫിസിക്കൽ എനർജിയാണ്. ഒന്നാമത്തെ സ്ഥാനം ഫിസിക്കൽ എനർജിയാണ്. രണ്ടാമത്തത് നമ്മുടെ മെന്റൽ എനർജിയാണ്. 3 ഇമോഷണൽ എനർജിയാണ്. ഫിസിക്കൽ എനർജി, മെന്റൽ എനർജി, ഇമോഷണൽ എനർജി. ഈ 3 എനർജികളെയും നേരത്തെ ഞാൻ പറഞ്ഞ അതേപോലെ തന്നെ ഈ 3ഉം നമ്മളുടെ മറ്റ് 3 നമ്മൾ പറഞ്ഞ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിനോട് ബന്ധപ്പെടാതെ ഒന്നുമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ മനുഷ്യനാണ്. മനുഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഈ 3 കാര്യങ്ങൾ കൂടി ചേർന്നതാണ്. അതിലുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന 3 വിഭാഗമാക്കി നമ്മൾ തിരിക്കുമ്പോൾ നമ്മളൊരു എന്താ പറയാ എനർജി ട്രയാങ്കിൾ വരയ്ക്കുകയാണെങ്കിൽ അതിന്റെ 3 ഭാഗത്തും നമ്മൾ നോക്കുമ്പോൾ വൺ സൈഡ് ഈസ് നമ്മുടെ ഫിസിക്കൽ എനർജിയാണ്, ഒരു സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ മെന്റൽ എനർജിയാണ്, ഒരു സൈഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഇമോഷണൽ എനർജിയാണ്. ഈ 3 എനർജിയെയും നമുക്ക് ഏറ്റവും മികച്ച രീതിയിൽ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുമ്പോൾ മാത്രമേ നമ്മളുടെ യഥാർത്ഥ പെർഫോമൻസ് പുറത്തേക്ക് വരുള്ളൂ. ഈ 3 കാര്യങ്ങളെയും ഈ 3 എനർജിയെയും കൊണ്ടുപോകാൻ സാധിക്കാത്തപ്പോഴാണ് നമ്മൾ പരാജയപ്പെടുന്നത്. ഏതെങ്കിലും ഒരു ലെയർ വീക്കായാൽ ഓവറോൾ എനർജി ഡ്രോപ്പ് ആവും. എല്ലാ എനർജിയും ഡ്രോപ്പ് ആവും. ഒറ്റൊന്ന് വീക്കായാൽ മതി. ഫിസിക്കൽ എനർജി വീക്കായാൽ നമുക്കറിയാം, നമുക്ക് അസുഖം ഉണ്ടായാൽ നമ്മൾ കംപ്ലീറ്റ്ലി ഡൗൺ ആയി. ഫിസിക്കൽ എനർജി എന്ന് പറയുന്നത് നമ്മളുടെ 3 കാര്യങ്ങൾ കൂടി ചേർന്നതാണ്. ഒന്ന് സ്ട്രെങ്ത് ആണ്, നമ്മളുടെ സ്റ്റാമിനയാണ്, അതുപോലെ തന്നെ നമ്മളെ ഹെൽത്ത് ആണ്. ഒന്നെന്താണ്? സ്ട്രെങ്ത് ആണ്. ഒന്ന് നമ്മളുടെ
സ്റ്റാമിനയാണ്, ഒന്ന് നമ്മളുടെ ഹെൽത്ത് ആണ്. സ്ട്രെങ്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ബലം, നമ്മളുടെ ശക്തിയാണ് സ്ട്രെങ്ത് എന്ന് പറയുന്നത്. അതുപോലെ സ്റ്റാമിന എന്ന് പറയുന്നത് നമ്മളുടെ കപ്പാസിറ്റിയാണ്. മൂന്നാമത്തേത് നമ്മളുടെ ഹെൽത്ത്, നമ്മളുടെ ആരോഗ്യമാണ്. ഈ മൂന്നും കൂടി ചേർന്നതിനെയാണ് നമ്മൾ പറയുന്നത് ഫിസിക്കൽ എനർജി എന്ന് പറയുന്നത്. ഈ ഫിസിക്കൽ എനർജി കുറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു പനി വന്നാൽ അല്ലെങ്കിൽ ഒരു ജലദോഷം വന്നാൽ എന്തെങ്കിലും ഒരു സാധനം നമ്മളെ ബാധിക്കുമ്പോഴേക്ക് ബാക്കിയുള്ള എനർജികളെല്ലാം നമ്മളത് ഡൗൺ ആയിട്ടുണ്ടാവും. ഓവറോൾ എനർജി ഡ്രോപ്പ്. ഇതെല്ലാം എന്ത് ചെയ്യും? സ്റ്റോപ്പ് ആവും, എനർജി കുറയും. ഇതെല്ലാം കണക്റ്റഡ് ആണ്. ഈ കണക്റ്റഡ് ആയ കാര്യങ്ങൾ എല്ലാം കണക്റ്റഡ് ആണ്. ആ കണക്റ്റഡ് ആയ കാര്യങ്ങളെ നമ്മൾ വേണം നിയന്ത്രിക്കാൻ പഠിക്കാൻ. എന്റെ എനർജിയെ ഞാനാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, സൃഷ്ടിക്കുന്നത്. എന്റെ എനർജിയെ നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കില്ല, ഒരു പരിധി വിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പൊ ആ ഫിസിക്കൽ എനർജി ഞാൻ തന്നെ ഉണ്ടാക്കണം. ഫിസിക്കൽ എനർജി നമുക്ക് എപ്പോഴും വളരെ ചെറിയൊരു മുറിവുണ്ടായാൽ പോലും നമ്മൾ ഡൗൺ ആവും, നമ്മൾ ഡ്രോപ്പ് ആവും. ഇപ്പൊ നമ്മളെ മെന്റൽ ഹെൽത്തിന് മുറിവേറ്റാലോ? ഫിസിക്കൽ അങ്ങനെയാണ്. ഫിസിക്കലി നമുക്ക് കാണാൻ സാധിക്കും, ഇതെല്ലാം കാണാനൊക്കെ സാധിക്കും നമ്മളെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ നിങ്ങൾ ആലോചിച്ച് നോക്കി, നമ്മളുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഫോക്കസ് ആണ്, നമ്മളുടെ ക്ലാരിറ്റിയാണ്, അതുപോലെ തന്നെ നമ്മളുടെ മോട്ടിവേഷനാണ്. എന്താണ് ഇത് പറഞ്ഞു കഴിഞ്ഞാല്, ഒന്ന് മെന്റൽ ഹെൽത്തിന്റെ ഫോക്കസ് ആണ്. അതായത് നമ്മളുടെ ശ്രദ്ധ എത്രത്തോളമുണ്ട്, ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശ്രദ്ധ എത്രത്തോളമുണ്ട്, അത് നമ്മുടെ മെന്റൽ എനർജിയെ നിശ്ചയിക്കും. എത്രത്തോളം ഉണ്ട് ശ്രദ്ധ. നമ്മൾ അശ്രദ്ധരാകുമ്പോൾ ഉണ്ടാവുന്ന സംഭവം, എപ്പോഴാണ് ഉണ്ടാവുക? രണ്ടാമത്തത് ക്ലാരിറ്റി. ഏത് കാര്യത്തിലും അതിൻ്റെതായ ആ ശുദ്ധി, ആ പരിശുദ്ധി, ആ ക്ലാരിറ്റി എങ്ങനെയാണ് ഉണ്ടാവുക? ഇത് വ്യക്തത, ഒരു ക്ലാരിറ്റി, എല്ലാ കാര്യത്തിലും ഒരു വ്യക്തത ഉണ്ടായിരിക്കുക എന്നുള്ള മെന്റൽ എനർജിയാണ് ഞാൻ പറയുന്നത്. വ്യക്തത ഉണ്ടായിരിക്കുക എന്നുള്ള. മൂന്നാമത്തെ കാര്യം മോട്ടിവേഷൻ. എന്താ മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് തരത്തിലുള്ള മോട്ടിവേഷൻ ഉണ്ട്. ഒന്ന് ഇന്റേണൽ മോട്ടിവേഷൻ ആണ്, ഒന്ന് എക്സ്റ്റേണൽ മോട്ടിവേഷൻ ആണ്. എക്സ്റ്റേണൽ മോട്ടിവേഷൻ എന്ന് പറയുന്നത് അത് നമുക്ക് പുറത്തുനിന്ന് വേറെ ഒരാൾ തരുന്നതാണ്. ഇന്റേണൽ മോട്ടിവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഉള്ളിൽ സൃഷ്ടിക്കേണ്ടതാണ്. നമ്മളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഉണ്ടാവുന്നതാണ്, നമ്മളെക്കുറിച്ചുള്ള അവയർനെസ് കൂടുമ്പോൾ ഉണ്ടാവുന്നതാണ് നമ്മളുടെ ഉള്ളിലുള്ള മോട്ടിവേഷൻ. അപ്പൊ മെന്റൽ ഹെൽത്ത് എന്താണ്? ഈ മൂന്നാണ്. നമ്മൾ ചെറുതേ പറയുന്നത്. ഞാൻ എപ്പോഴും പറയാണ്, നമ്മൾ വളരെ ചെറുത് മാത്രമേ നമ്മൾ എന്ത് ചെയ്യണുള്ളൂ, പറയുന്നുള്ളൂ. വളരെ ചെറുത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ആവശ്യം കുഞ്ഞു സ്റ്റെപ്പുകളാണ്. ആവശ്യം. നമുക്ക് വലിയ സ്റ്റെപ്പുകളല്ല. ഞാൻ വലിയ സ്റ്റെപ്പുകൾ പറഞ്ഞാൽ നിങ്ങൾക്കും എനിക്കും കയറിപ്പോകാൻ സാധിക്കില്ല. നമുക്ക് കയറിപ്പോകണമെങ്കിൽ ചെറിയ സ്റ്റെപ്പുകൾ ഉണ്ടായിരിക്കണം. ആ ചെറിയ സ്റ്റെപ്പുകളിൽ മാത്രമേ നമുക്ക് നമ്മളെ മോൾഡ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ചെറുത് പറയുന്നത്. വളരെ ചെറിയ കീ പോയിന്റ്സ് മാത്രം എടുത്തിട്ട് പറയാനുള്ള കാരണം അതാണ്. ഒന്ന് ഫിസിക്കൽ എനർജിയാണ്, അതായത് ശരീരത്തിന്റെ ശാരീരികമായിട്ടുള്ള ഫിസിക്കൽ എനർജി. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ നമ്മളുടെ ശക്തി, നമ്മളുടെ കപ്പാസിറ്റി, അതായത് നമ്മളുടെ സ്റ്റാമിന, അതേപോലെ തന്നെ നമ്മളുടെ ഹെൽത്ത്, നമ്മളുടെ ആരോഗ്യം, ഈ മൂന്ന് കാര്യങ്ങൾ. അതേപോലെ തന്നെ നമ്മളുടെ അടുത്താണ് മെന്റൽ എനർജി, മാനസികമായിട്ടുള്ള ശക്തി. നമ്മളുടെ ഉള്ളിൽ നിന്ന് വരുന്ന സാധനമാണ്. ആ എനർജി, ശക്തി ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ ശരിക്കും നമുക്ക് ഉണ്ടായിരിക്കേണ്ടത് നല്ല ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. എന്ത് കാര്യത്തിലും ഒരു ക്ലാരിറ്റി ഉണ്ടായിരിക്കണം. അതേപോലെ തന്നെ നമുക്ക് നമ്മളെ മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റിയിരിക്കണം. അതേപോലെ തന്നെ ഫോക്കസ്ഡ് ആയിരിക്കണം. നമ്മൾ ഈ മൈൻഡ്ഫുൾനെസ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും, ഒരു കാര്യത്തിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യാം. നമ്മൾ മൾട്ടി ടാസ്കിങ് ഞാൻ പറയാം. ഓക്കെ, അപ്പോ ഇത് ഉണ്ടായിരിക്കണം മെന്റൽ എനർജി കൂട്ടാൻ വേണ്ടിയിട്ട്. ഇനി മെന്റൽ എനർജി പറഞ്ഞാൽ ഈ മൂന്ന് സാധനങ്ങളാണ്. അടുത്തത് നമുക്കുള്ളത് ഇമോഷണൽ എനർജിയാണ്. ഇമോഷണൽ എനർജി ഇതും ഈ പറഞ്ഞ പോലെ നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻസ് ആണ്. എന്താ കാര്യം ചോദിച്ചാൽ, ഒന്ന് നമ്മളെ മൂഡാണ്.
ഇമോഷണൽ എനർജി പറഞ്ഞാൽ മൂഡാണ്. മൂഡ് മൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മാനസികാവസ്ഥ, അല്ലെ? മൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മാനസികാവസ്ഥ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ പറയും ഇന്നൊരു മൂഡില്ല, അല്ലെ? ഇന്നൊരു മൂഡില്ല. ആ മൂഡ് എന്ന് പറയുന്ന സാധനം. രണ്ടാമത്തെ കാര്യമാണ് കോൺഫിഡൻസ്, ആത്മവിശ്വാസം. ആത്മവിശ്വാസക്കുറവുണ്ടാവുമ്പോഴും നമ്മളുടെ ഇമോഷണൽ എന്ത് കുറയും? എനർജി കുറയും. ആത്മവിശ്വാസം. പിന്നെ ഉണ്ടാവേണ്ട കാര്യത്തിന്റെ പേര് എന്താ വെച്ചാൽ റിസൈലൻസ്, അതായത് നമുക്ക് പ്രതിരോധ ശേഷി, അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ പറയാം പ്രതിരോധ ശേഷി, എന്തിനും പ്രതിരോധിക്കാനുള്ള ശേഷി. ഇതെല്ലാം ഇമോഷണലി ഉള്ള എനർജിയാണ്. ഇമോഷണൽ എനർജി എന്നാൽ ഇതാണ്. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം, ഇതിൽ എന്തെങ്കിലും കുറവ് വന്നാൽ, ഈ സാധനത്തിൽ എന്തെങ്കിലും കുറവ് വന്നാൽ നമ്മൾ ഡൗൺ ആവും. ഒന്നിൽ ഡൗൺ ആയാൽ ഓവറോൾ ഡൗൺ ആവും. എല്ലാം ഡൗൺ ആവും. നമുക്ക് എന്താണ് ഇനി നമുക്ക് നോക്കാം. ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ വേറെ കാര്യം, നമുക്ക് ഹൗ ടു ബിൽഡ് എനർജി, എങ്ങനെ നമുക്ക് ഇതിനെ എന്ത് ചെയ്യാം? ഇൻക്രീസ് ചെയ്യാം. വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാം? നമ്മളുടെ ഡെയിലി ഉള്ള ആക്ടിവിറ്റികളിലൂടെ, നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യേണ്ട ആക്ടിവിറ്റികളിലൂടെ, നമ്മുടെ ആക്ഷനിലൂടെ നമുക്ക് ഇതിനെല്ലാം ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ചെയ്യാൻ പറ്റാത്തതായിട്ടുള്ള ഒരു സാധനം ഇല്ല. നത്തിങ് ഈസ് ഇംപോസിബിൾ ബിക്കോസ് വി ആർ ഹ്യൂമൻ ബീങ്. നമ്മൾ മനുഷ്യനാണ്, നമുക്ക് സാധിക്കാത്തതൊന്നുമില്ല. പക്ഷെ എന്തൊരു കുഴപ്പം എന്ന് വെച്ചാൽ, നമ്മളൊരു കാര്യത്തിനെ ആക്ഷനാക്കി മാറ്റില്ല. ആക്ഷനാക്കി മാറ്റാൻ നമുക്ക് ഭയങ്കര മടിയാണ്. നമ്മുടെ ബ്രെയിന് പറയും നമ്മളോട് അത്ര മതി എന്ന് പറയും. എന്നിട്ടോ നമുക്ക് കഴിയാത്തതിനെ നമ്മൾ മറ്റുള്ളവരുടെ മേലിൽ കെട്ടിച്ചുമച്ച് കുറ്റം ചുമത്തിക്കൊണ്ട് നമ്മൾ രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കും. അവിടെയാണ് നമ്മൾ നമ്മളോട് ചെയ്യുന്ന ഏറ്റവും വലിയ ഉപദ്രവം, ഏറ്റവും വലിയ ചതി, ഏറ്റവും വലിയ വഞ്ചന നമ്മൾ നമ്മളോടാണ് ചെയ്യുന്നത്. അപ്പോ ഈ ഫിസിക്കൽ ഹെൽത്ത്, ഫിസിക്കൽ എനർജി എങ്ങനെ നമുക്ക് ഇൻക്രീസ് ചെയ്യാം? നമ്പർ 1, അതില് ഒരു കാര്യമാണ് എന്താ വെച്ചാൽ നന്നായിട്ട് ഉറങ്ങുക എന്നുള്ളത്. ഇപ്പൊ പഠനങ്ങളൊക്കെ പറയുന്നു, ഉറക്കമാണ് ഏറ്റവും വലിയ മരുന്ന് എന്നൊക്കെ പറയണതാ. ഉറങ്ങുക എന്നുള്ളത് ഒരു വലിയ സാധനമാണ്. ഉറക്കം, നമുക്ക് ഈ ഉറക്കം കുറച്ചിട്ടുള്ള പരിപാടികൾ എന്താ കാരണം? നമ്മള് ഏറ്റവും ചുരുങ്ങി 6 മണിക്കൂർ പറയുമെങ്കിലും ഒരു 7 മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങണം. 7 മണിക്കൂർ ടു 8 മണിക്കൂറെങ്കിലും നമ്മൾ ഉറങ്ങണം. കണ്ടിന്യൂസ് സ്ലീപ്പിംഗ് നമുക്ക് കിട്ടണം. അത് നമ്മളുടെ ബോഡീനെ കംപ്ലീറ്റ്ലി എന്ത് ചെയ്യാണ്? റിപ്പയർ ചെയ്യുന്ന സമയമാണ്. നമ്മളെ ബോഡീനെ കംപ്ലീറ്റ്ലി റിപ്പയർ ചെയ്യുന്ന സമയമാണ്. നിങ്ങൾ ആലോചിച്ചു, എത്ര ക്ഷീണുണ്ടെങ്കിലും നന്നായിട്ടൊന്ന് ഉറങ്ങി നീച്ചാൽ നമ്മൾ എന്തായി? സെറ്റായി. ഇതെന്താ കാരണം? നമ്മളെ റിപ്പയർ ചെയ്യുന്ന സമയമാണ്. അത് നമ്മൾ ആ സമയം കൊടുത്തേ പറ്റൂ. അത് രാത്രി കൊടുക്കണം എപ്പോഴും. അപ്പൊ നമ്മൾ രാത്രി ലൈറ്റായിട്ട് ഉറങ്ങുക ഭയങ്കര പ്രോബ്ലമാണ്. അപ്പൊ നമ്മള് രാത്രിയുള്ള ഉറക്കം നമ്മൾ കൃത്യമായിട്ട് 6 മണിക്കൂർ ടു 8 മണിക്കൂർ എന്ന് വേണമെങ്കിൽ പറയാം. 7 മണിക്കൂർ ഉറങ്ങണം എന്നാണ് ഞാൻ പറയുന്നത്. 7 മണിക്കൂർ ടു 8 മണിക്കൂർ നമ്മൾ ഉറങ്ങിയാല് നമ്മളുടെ ഫിസിക്കൽ ഹെൽത്ത് എപ്പോഴും നന്നായിരിക്കുള്ളൂ. ഉറക്കം പോയാൽ നമുക്ക് ഭയങ്കര ക്ഷീണമായിരിക്കും. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ക്ഷീണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ലെയറിൽ നമുക്ക് ക്ഷീണം പറ്റിക്കഴിഞ്ഞാൽ, ഈ പറഞ്ഞ 3 എനർജിയിൽ ഏതെങ്കിലും ഒരു ലെയറിൽ നമുക്ക് ക്ഷീണം പറ്റിക്കഴിഞ്ഞാൽ എല്ലാത്തിനും അത് ബാധിക്കും. നമ്മുടെ ഫോക്കസ് കുറയും, നമുക്ക് ക്ലാരിറ്റി ഉണ്ടായിരിക്കില്ല, നമുക്കൊരു എനർജി മോട്ടിവേഷൻ ഉണ്ടായിരിക്കില്ല, നമ്മളെ കോൺഫിഡൻസ് ഉണ്ടായിരിക്കില്ല, നമ്മളെ മൂഡ് ശരിയാവൂല, ഇതൊന്നും റെഡി ആവില്ല. ഒരൊറ്റ ഹെൽത്തേ പോയിട്ടുള്ളൂ. എന്താണ് അത്? ഫിസിക്കൽ എനർജി കുറഞ്ഞോട് കൂടിയിട്ട് ബാക്കിയുള്ളതെല്ലാം കുറഞ്ഞു. അപ്പൊ ഫിസിക്കൽ എനർജി കുറയാനുള്ള കാരണമാണ് ഇതെല്ലാം. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി? നമ്മളെ തല്ലി കൊന്നാലും ഇത് ചെയ്യൂല എന്ന് നമ്മൾ തീരുമാനിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഓക്കെ, നോ പ്രോബ്ലം. ഞാൻ ഉറക്കൊഴിക്കില്ല. സത്യമാണ്. ആ ഉറക്കം, നന്നായിട്ട് സ്ലീപ്പ്. പിന്നെന്താ? നല്ല ഫുഡ്. എന്താ നല്ല ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മള് എപ്പോഴും ശ്രദ്ധിക്കാം. ഇന്നിപ്പോ ഇങ്ങനെ വെറുതെ ചെക്ക് ചെയ്തു. ഞാനിപ്പോ ഈ രാത്രി സാധാരണ ഫുഡ് കുറവാണ്, എന്നാലും ഈ ക്ലാസ് ഉള്ള സമയത്ത് ഞാൻ എന്തെങ്കിലും ഒരു സാധനം ജസ്റ്റ് ഒന്ന് കഴിച്ചിട്ടാണ് തുടങ്ങാറുള്ളത്. ഇന്ന് കഴിച്ചിട്ടില്ല.
ഞാൻ വെറുതെ ചെക്ക് ചെയ്തു. ഞാൻ സാധാരണ ഒരു സാൻഡ്വിച്ച് ആണ് കൊണ്ടുവരലുള്ളത്. ചെക്ക് ചെയ്തപ്പോ നമ്മൾ ഫ്രൈഡ് ആയിട്ടുള്ള ചിക്കൻ ആണ് അതിന്റെ ഉള്ളിൽ വെച്ചിട്ടുള്ളതെന്നുണ്ടെങ്കിൽ 450 ടു 550 600 കലോറിയാണ്. ഒരു മണിക്കൂർ ജിമ്മിൽ പോയാല് ആകെ കത്തുക 400 കലോറിയാണ്. കലോറിയാണ്. അപ്പോൾ അവിടെ എക്സസ് ആണ്. എക്സസ് ഉള്ള കലോറീസ് ഒക്കെ ഫാറ്റ് ആയി മാറും. അപ്പൊ നമ്മൾ എന്തെല്ലാം വലിച്ചു കയറ്റുന്നുണ്ട് നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു മനുഷ്യന് ഒരു ദിവസം വർക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കലോറി എന്ന് പറയുന്നത് ഒരു 1,800 മുതൽ 2,000 2,200 സാധാരണഗതിയിൽ. അതൊരു എക്സസൈസ് ഒക്കെ കൃത്യമായിട്ട് ചെയ്യുന്ന ആളതിന് ഒരു 2,300 2,400 വരെ പോകാം. ഇതാണ് ഒരു മനുഷ്യന് ആവശ്യമുള്ള കലോറി. നമ്മൾ എത്രയാണ് അടിച്ചു കയറ്റുന്നത്? നമ്മൾ ഒരു ഒരു ബദാമിന്റെ പരിപ്പില് എടുത്തു കഴിഞ്ഞാൽ തന്നെ അതിൽ വരേണ്ട 7 കലോറി. ഒരു ബദാമിന്റെ പരിപ്പ് നമ്മൾ കഴിക്കാറില്ല, ഒരു പിടിയാണ് കഴിക്കുക. ഒരു ഒരു കാഷ്യൂല് അതിലേറുണ്ട്. ഒരു ഈത്തപ്പഴം തിന്നു കഴിഞ്ഞാൽ 20 25 കലോറി എങ്ങാണ്ട്, 28 കലോറി എങ്ങാണ്ട്. ഇത് കഴിക്കുന്നതിന് കുഴപ്പമില്ല. നമ്മൾ അതിനനുസരിച്ചുള്ള പ്രവർത്തനം ഉണ്ടെങ്കിൽ ഇറ്റ്സ് ഓക്കെ, നോ പ്രോബ്ലം. അപ്പൊ ഇത് എക്സസ് ആണ്, നമ്മുടെ ബോഡിയിൽ എക്സസ് ആയി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പൊ നല്ല ഫുഡ് കഴിക്കുക. നല്ല ഫുഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെജിറ്റബിൾസ് ഉൾപ്പെടുത്തുക, അതേപോലെ ഫ്രൂട്ട്സ് നമ്മൾ ഉൾപ്പെടുത്തുക, നട്ട്സ് നമ്മൾ ഉൾപ്പെടുത്തുക നമ്മളെ ഭക്ഷണത്തിൽ, അതേപോലെ മറ്റുള്ള പ്രോട്ടീൻസ് നമ്മൾ ഉൾപ്പെടുത്തുക. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉൾപ്പെടുത്തുകയും ചെയ്യുക. ജങ്ക് ഫുഡ്സ് നമ്മൾ ഒഴിവാക്കാൻ നമുക്ക് ഒഴിവാക്കാൻ കഴിയില്ല, മിനിമം ഒഴിവാക്കില്ലെങ്കിൽ നമ്മൾ കുറയ്ക്കെങ്കിലും ചെയ്യാം. ജങ്ക് ഫുഡ്സ് കുറക്കുക. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഒന്ന് കുറച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾ നല്ലൊരു ഈറ്റിംഗ് ഹാബിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. നല്ലൊരു ഈറ്റിംഗ് ഹാബിറ്റ് ഉണ്ടാക്കാൻ പറ്റും. അതേപോലെ ഷുഗർ ഒഴിവാക്കാം. ഷുഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ വെളുത്ത വിഷം എന്നാണ് പറയുക. ഷുഗർ ഭയങ്കര ഡേഞ്ചറാണ്. നമ്മളെ സ്ലോലി പോയിസൺ ഉണ്ടാക്കും. നമ്മൾ മെല്ലെ മെല്ലെ നമ്മളെ കൊല്ലുന്ന സാധനമാണ് ഷുഗർ എന്ന് പറയുന്നത്. നമ്മൾ ഷുഗർ എന്ന് കേട്ടാല് നമ്മൾ ഷുഗർ ഉള്ള ആൾക്കാർക്ക്, അതായത് ഡയബറ്റിക് ആയ ആളുകൾക്കാണ് ഷുഗർ എന്നാണ് നമ്മൾ കരുതുന്നത്. അല്ല, ശരിക്കും എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് ഈ ഷുഗർ എന്ന് പറയുന്ന സാധനം നമുക്ക് എല്ലാവർക്കും ഡേഞ്ചറാണ്. ഇതും ഞാൻ പറയാ, ഇതും ശരിക്കും ശ്രദ്ധിക്കണം. നമ്മൾ പഠിച്ചത് എന്താണ്? കരിമ്പിൽ നിന്നാണ് ഷുഗർ അല്ല, കരിമ്പിന് അതിൽ വളരെ കുറഞ്ഞ ഒരു ഒരു പാർട്ടിസിപ്പന്റ് മാത്രമാണ് കരിമ്പ് എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം കെമിക്കൽസ് ആണ്. ബാക്കിയുള്ള പല സാധനങ്ങളും കൂട്ടിയിട്ടാണ് പഞ്ചസാര ഉണ്ടാക്കുന്നത്. കരിമ്പിൽ നിന്ന് നേരിട്ട് ഉണ്ടാക്കുന്നത് ശർക്കരയാണ്. അതിൽ തന്നെ ശർക്കര കട്ടയാകാനും ശർക്കര ഉരുകിയിട്ട് ഇത് വരാനും അതിലേക്ക് വേറെ പല സാധനങ്ങളും ചേർക്കണം. 100 പോലല്ല, അതായത് എന്താ പറയാ, നമ്മള് 100 നമ്മള് ഒരു എന്താ പറയാ, ഈ കിട്ടുന്നില്ല, അത് നമ്മളതിൽ ചേർക്കണം. കുമ്മായ എന്ന് പറഞ്ഞ പോലത്തെ സാധനം അത് നമുക്ക് ചേർക്കണം. ഇതൊക്കെ ചേർത്തിട്ടാണ് ശർക്കര കട്ട. നമ്മൾ ശർക്കരന്റെ കമ്പനി പോയി അങ്ങനത്തെ അറിയാം. നമ്മൾ ഈ ടൂർ കിടക്കുമ്പോഴേ നമ്മൾ ടൂർ ഇങ്ങനെ പോകും. ടൂർ പോയിട്ട് നമ്മൾ പാർക്ക് കാണും, പിന്നെ ഐസ്ക്രീം പാർലർ കാണും, ഹോട്ടല് കാണും, ഇതൊക്കെ കാണും, ശർക്കര കമ്പനി ഒക്കെ കാണും. പക്ഷെ അവിടെ എന്താ സംഭവിക്കുന്നത് നമ്മൾ ഒബ്സർവ് ചെയ്യില്ല. എന്താ വെച്ചാൽ ഇതൊക്കെ നമ്മളെ നിത്യം ബാധിക്കുന്ന സാധനങ്ങളാണ്. ശരിക്കും നമ്മൾ ശ്രദ്ധിച്ചാല് ശർക്കര ഏതാ നല്ലതെന്ന് ചോദിച്ചാൽ വെള്ള ശർക്കര അല്ല നല്ലത്. വെള്ളം ആവുന്നിടത്തോളം അതിൽ കെമിക്കൽ കൂടി എന്നാണ് അർത്ഥം. അതില് ഡാർക്ക് ശർക്കരയാണ് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ശർക്കര. ഡാർക്ക് ആയിട്ടുള്ള ശർക്കര ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ശർക്കര. നമ്മള് ഈ ഇവിടെ പോയി കഴിഞ്ഞാല് മൂന്നാറില് നമ്മളെ എന്താ പറയാ, മറയൂർ ഭാഗത്ത് പോയി കഴിഞ്ഞാല് ശർക്കര പാനി കിട്ടും. ശർക്കര പാനി എന്ന സാധനം കിട്ടും ബോട്ടില്. അത് കട്ട ആവാത്ത ശർക്കരയാണ്. അത് കുറച്ചും കൂടെ മോർ ബെറ്റർ ആണ്. അപ്പോ ഞാൻ മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞുതരാണ്. അപ്പോ നമ്മള് പഞ്ചസാര ഒഴിവാക്കുക. ജങ്ക് ഫുഡ്സ് നമുക്കറിയാം, എല്ലാ സ്ഥലത്തും ഇന്ന് ബ്രോസ്റ്റും പിന്നെ ഷവർമയും അതേപോലെ തന്നെ എല്ലാ സാധനം ജങ്ക് ഫുഡ്സ് ആണ് കംപ്ലീറ്റ്ലി. ഒരു ബണ്ണിന്റെ ഉള്ളിൽ തന്നെ അത്യാവശ്യം നല്ല കലോറി ഉണ്ട്. അപ്പൊ ഇങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. ഇതൊക്കെ വാരി വലിച്ച് കഴിക്കുന്നതിൽ ഒന്നൊക്കെ നമ്മൾ എപ്പോഴും കഴിക്കുമ്പോൾ നമ്മളെ ശരീരം ചിലപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കുഴപ്പമുണ്ടാവില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഒന്നുണ്ടായിട്ട് നമുക്ക് ഒരു ലൂസ് മോഷൻ ഉണ്ടായാൽ മതി. അന്ന് നമ്മളെ ഫിസിക്കൽ ഹെൽത്ത് വീക്ക് ആയി കഴിഞ്ഞാൽ അന്ന് നമുക്ക് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവില്ല ഒരു കാര്യത്തിന്. ഒരു വയറുവേദന ഉണ്ടായാൽ മതി, നമുക്ക് ഒരു ഇൻട്രസ്റ്റും ഉണ്ടാവില്ല. അപ്പൊ നമ്മള് എപ്പോഴും നമ്മളെ കെയർ ചെയ്യുക എന്നുള്ളത് ഇമ്പോർട്ടൻസ് ആണ്. ഇതൊക്കെ ഇങ്ങനെ പറയാൻ കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മുന്നേ ഞാനും ഇതെല്ലാം കഴിച്ചില്ല, ഇങ്ങനൊന്നും നോട്ടൊന്നുമില്ലേ കഴിച്ചിരുന്ന. പക്ഷെ ആ കഴിച്ചതിന്റെ ഫലങ്ങൾ നമുക്ക് വന്നു തുടങ്ങിയത് കുറെ കഴിയുമ്പോഴാണ്.
അപ്പൊ നമ്മൾ ജീവിക്കണമെന്നും ഇനി ജീവിതം ആസ്വദിക്കണമെന്നും എന്നെല്ലാം നമ്മൾ ആഗ്രഹിക്കുന്ന സമയം വരുമ്പോ നമ്മളിൽ നിന്ന് നമ്മളെ ശരീരം നഷ്ടപ്പെട്ടുകൊണ്ടേയിരിക്കുന്നുണ്ടാവും. നമ്മളെ പല സാധനങ്ങള് നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ ഇതൊക്കെ മനസ്സിലാക്കിക്കാണ്ട് നമ്മളെ ഹെൽത്ത്, നമ്മുടെ ഫിസിക്കൽ ഹെൽത്ത് നമ്മൾ എപ്പോഴും ആരോഗ്യവാനായിരിക്കുക എന്നുള്ളതാണ് ഫിസിക്കൽ എനർജിക്ക് ഉണ്ടാവേണ്ട സാധനം. ആരോഗ്യവാനായിരിക്കുക എന്നുള്ളതാണ്. അതിന് നമ്മൾ നമ്മൾ ഉറക്കമാണ്. രണ്ടാമത്തെ എന്താണ്? രണ്ടാമത്തെ നമ്മൾ ഈറ്റിംഗ് നല്ല ഫുഡ്, നല്ല ഫുഡ്, നല്ല ഭക്ഷണം കഴിക്കാം. റിയൽ ഫുഡ്, നല്ല റിയൽ ഫുഡുകൾ കഴിക്കാം. അത് നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാവില്ല, കുഴപ്പമുണ്ടല്ല. ഫൈബർ അടങ്ങിയത്, പ്രോട്ടീൻ അടങ്ങിയത്, അതേപോലത്തെ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക. ഒരു 40% കാർബോഹൈഡ്രേറ്റ് നമ്മൾ കഴിക്കണം ശരിക്കും. കാരണം എന്താ വെച്ചാല് നമ്മളെ മെന്റൽ ഹെൽത്തിനെ, അതായത് നമ്മളുടെ ബ്രെയിനെ വർക്ക് ചെയ്യിക്കാൻ കാർബോഹൈഡ്രേറ്റ് ആവശ്യമാണ്. പച്ചക്കറിയില്, അതായത് വെജിറ്റബിൾസ് കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പക്ഷെ അതൊരു പരിധി വരെ ഉണ്ടാവും. അപ്പൊ നമ്മൾ ഒരു നേരെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം, അരിഭക്ഷണമൊക്കെ കുറച്ച് കഴിക്കണം. അരിഭക്ഷണോ ഗോതമ്പ് അരി എല്ലാം സെയിമാ. നമ്മൾ പറയും ചപ്പാത്തി ആക്കി, അതൊന്നുമില്ല. ചപ്പാത്തി ആണെങ്കിലും ചോറാണെങ്കിലും എല്ലാം എന്താണ്, ചപ്പാത്തി ആവുമ്പോ ഡൈജഷൻ കുറച്ച് സമയം എടുക്കും കൂടുതൽ. ചോറാവുമ്പോ പെട്ടെന്ന് ഡൈജസ്റ്റ് ചെയ്യും, ഇത്രേ ഉള്ളൂ. അല്ലാതെ രണ്ടും കിട്ടുന്നതെല്ലാം ഒരു ഫലമാണ്. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വെച്ചാൽ, നല്ല ഭക്ഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് മറ്റുള്ള സീഡുകളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള ഭക്ഷണങ്ങളൊക്കെ ഉണ്ട്. റാഗി, ഇങ്ങനത്തെ കുറെ സാധനങ്ങൾ, അതൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടെ ഫൈബർ കൂടിയും കുറച്ചും കൂടെ ഒക്കെ മോർ ബെറ്റർ ആണ്. ഇത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമുക്കൊരു പ്ലാൻ നമ്മൾ ഉണ്ടാക്കി വെക്കണം. എന്തിനാണ്? നമ്മളുടെ ഫിസിക്കൽ എനർജി മെയിൻറ്റെയിൻ ചെയ്യാൻ. അടുത്തത് എന്താ വെച്ചാൽ, വെള്ളം നന്നായിട്ട് കുടിക്കണം. നന്നായിട്ട് കുടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓവറായിട്ട് വെള്ളം കുടിച്ചാലും പ്രോബ്ലമാണ്. ഓവറായിട്ട് വെള്ളം കുടിച്ചാലും നമ്മളെ കിഡ്നീനെ ബാധിക്കും. അതുകൊണ്ട് എന്താ വെച്ചാൽ, നമ്മളുടെ യൂറിൻ പാസ് ചെയ്യുമ്പോൾ ഒരു നന്നായിട്ട് വെളുത്ത നിറാണെങ്കിൽ അതിനർത്ഥം നമ്മൾ കുടിക്കുന്ന വെള്ളം ഓവറാണ്. ഒരു ചെറിയ രീതിയിൽ അതിലൊരു കളർ ചേഞ്ച് ഉണ്ടെങ്കിൽ അത് കറക്റ്റാണ്. നന്നായിട്ട് കളർ ചേഞ്ച് ഉണ്ടെങ്കിൽ, മഞ്ഞയിലേക്കൊക്കെ വരികയാണെങ്കിൽ നമ്മളെ വെള്ളം കുടിക്കുന്നത് കുറവാണ്. ഇതാണ് ഇതിന്റെ ഒരു നോർമൽ റേഞ്ച്. അപ്പൊ ആ കാര്യം, വെള്ളം കുടിക്കണം. വെള്ളം എന്താ വെച്ചാൽ, നമ്മുടെ ശരീരത്തിന്റെ ഏറ്റവും കൂടുതൽ പെർസെന്റേജ് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ശരീരത്തിലുള്ള വാട്ടർ കണ്ടന്റ് ആണ്, വെള്ളമാണ്. ആ വെള്ളത്തിന് മാത്രമേ നമ്മളെ ശരീരത്തിനെ ശുദ്ധിയാക്കാൻ സാധിക്കുള്ളൂ. വെള്ളത്തിന് മാത്രമേ നമ്മുടെ ബ്ലഡിനെ ശുദ്ധീകരിക്കാനും സാധിക്കുള്ളൂ. അതുകൊണ്ട് ആ കാര്യം നമ്മൾ ശ്രദ്ധിക്കണം. അത് ശ്രദ്ധിച്ചാൽ നമുക്ക് ഫിസിക്കൽ എനർജി നമുക്ക് എപ്പോഴും നിലനിർത്താൻ പറ്റും. അടുത്ത ഒരു കാര്യം കൂടെ അതിലുണ്ട്. അടുത്തൊരു പോയിന്റ് എന്താ വെച്ചാൽ, മൂവ് ഡെയിലി. ഡെയിലി നമ്മളൊന്ന് ഇളകണം. ഡെയിലി ഒന്ന് ഇളകണം. ഒരു ഒരു 30 to 40 മിനിറ്റ്സിന്റെ ഒന്നിരിക്കലോ വാക്കിംഗ്, അല്ലെങ്കിൽ ചെറിയ ചെറിയ എക്സസൈസ്, അല്ലെങ്കിൽ കുറച്ച് വാക്കിംഗ് വിത്ത് എക്സസൈസ്, ചെറിയ സിമ്പിൾ എക്സസൈസ്. ആ എക്സസൈസ് ഇനിയിപ്പോ പെൺകുട്ടികളായതുകൊണ്ട് നിങ്ങൾക്ക് ഒന്നുമില്ല, നിങ്ങൾ രാവിലെ എണീറ്റ് മുറ്റടിച്ചാൽ തന്നെ മതി. രാവിലെ എണീറ്റ് ചൂലെടുത്തിട്ട് മുറ്റടിച്ചാൽ തന്നെ എനർജി ഫ്ലോ തുടങ്ങും. ആ ഒരു ഇളക്കം നമ്മളിൽ ഉണ്ടാക്കണം. നമ്മളെല്ലാവരും ഇപ്പോൾ വണ്ടിയൊക്കെ ഉപയോഗിക്കണമാണ്. ഞാൻ തന്നെ പ്രോത്സാഹിപ്പിക്കണം, നിങ്ങളെ വണ്ടി നിങ്ങൾ പഠിക്കണം, വണ്ടി ഓടിക്കണം എന്ന് ഞാൻ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. പക്ഷെ അങ്ങനെ വരുമ്പോ അതിന്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം, കുറച്ച് സമയം നിങ്ങൾക്ക് വേണ്ടി നടക്കാൻ, കുറച്ച് ഇളകാൻ. ഏത് സമയത്ത് നമ്മുടെ ശരീരം ഇളകണം എന്നാണ് പറയുക. ഏത് സമയത്തല്ല, എല്ലാ ദിവസവും കുറച്ച് സമയം നമ്മുടെ ശരീരം ഇളകിയിരിക്കണം. അങ്ങനെ ആവുമ്പോൾ ഫിസിക്കൽ എനർജി നന്നായിട്ട് കൊണ്ടുപോകാൻ സാധിക്കും. അടുത്തത് നമ്മൾ പറഞ്ഞ മെന്റൽ എനർജിയാണ്. മെന്റൽ എനർജി എങ്ങനെ നമുക്ക് മെന്റൽ എനർജി ബിൽഡ് ചെയ്യാം? നമ്മള് ഓരോ ദിവസം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു വ്യക്തമായിട്ടുള്ള ഒരു ഗോൾ ഉണ്ടായിരിക്കണം. ചെറുതോ വലുതോ ഒന്നുമില്ല, വ്യക്തമായിട്ട് ഒരു ഗോൾ ഉണ്ടായിരിക്കണം. ഇന്ന് എനിക്ക് ഇന്ന ഗോളാണ്, ഇന്നതാണ് ഇന്നെന്റെ ഗോള്. നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. ആ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടായിരിക്കണം നമ്മളുടെ പ്രവർത്തനം. അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടാകുമ്പോൾ എന്തൊരു രസമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കി, എന്തൊരു രസമാണ് സത്യത്തില്. ഒരു രസമാണ്. നമുക്കൊരു ഭയങ്കര നമ്മൾ ഇൻതൂസിയാസ്റ്റിക് ആയിരിക്കും. അങ്ങനെ ഒരു ലക്ഷ്യം നമുക്ക് ഉണ്ടാവും. അതിനാണ് നമ്മൾ പറയുന്നത്, ചെറുതാണെങ്കിലും നിങ്ങളൊരു ജോലിക്കൊക്കെ പോകണം എന്ന് പറയാനുള്ള കാരണം അതാണ്. അതിന് ശമ്പളത്തിലേറെ ഇമ്പോർട്ടൻസ് നമ്മളുടെ മെന്റൽ എനർജിക്ക് ഉണ്ട്. ഓക്കെ, അപ്പൊ ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. എല്ലാ ദിവസവും ഒരു ലക്ഷ്യം, അല്ലെങ്കിൽ പഠിക്കണം, ഇതൊക്കെ ഒരു ലക്ഷ്യമാണ്. ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കണം. അതുകൊണ്ടാണ് നമ്മൾ സ്കൂളിൽ പോകുന്ന സമയത്ത് നമുക്ക് ഭയങ്കര എനർജി ഉണ്ട്. അന്ന് നമുക്ക് ലക്ഷ്യങ്ങൾ ഉണ്ടായിരുന്നു. നമ്മൾ അറിയാതെ നമുക്ക് കുറെ ഗോളുകൾ ഉണ്ടായിരുന്നു. എന്തായിരുന്നു ഗോളുകൾ അറിയങ്ങളെ?
എന്റെ ഫ്രണ്ട്സിനെ കാണണം, ഫ്രണ്ട്സിന്റെ കൂടെ ഒന്ന് ചെലവഴിക്കണം, ഇന്ന് സന്തോഷകരമായിട്ട് ഇന്ന് പോണം, ടീച്ചർ പറഞ്ഞതുണ്ട്, പഠിക്കാനുണ്ട്, ഇങ്ങനെ ഗോളുകൾ ഉണ്ടായിരുന്നു നമുക്ക്. ആ ലക്ഷ്യങ്ങളൊന്നും ഇല്ലാതായപ്പോഴാണ് സത്യത്തിൽ നമ്മൾ ഡൗൺ ആയി പോയത്. ഈ ലക്ഷ്യങ്ങളെ നമ്മൾ ഉണ്ടാക്കണം. ഗോൾ ഉണ്ടായിരിക്കണം. ഒരു ഗോൾ ഉണ്ടായിരിക്കണം. പിന്നെന്താ? അത് മാത്രല്ല, മൾട്ടി ടാസ്കിംഗ് സിസ്റ്റം നമ്മൾ അവോയ്ഡ് ചെയ്യണം. അതായത് ഒരേ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കുക. അത് മൾട്ടി ടാസ്കിംഗ് സിസ്റ്റം ആണ്. ഈ മൾട്ടി ടാസ്കിംഗ് സിസ്റ്റം ചെയ്യാനുള്ള കപ്പാസിറ്റി മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം കുറവാണ്. മനുഷ്യനെ പറയുന്നത്, ശാസ്ത്രം പറയുന്നത്, മനുഷ്യൻ എന്ന് പറയുന്ന ജീവിക്ക് ഒരു സമയത്ത് ലാഡറിന്റെ ഒരു സ്റ്റെപ്പ് മാത്രമേ കയറാൻ സാധിക്കുകയുള്ളൂ എന്നാണ്. അതായത് ഒരു സ്റ്റെപ്പേ കയറാൻ സാധിക്കുള്ളൂ. കൂടുതൽ സ്റ്റെപ്പുകൾ ഒരേ സമയത്ത് കയറാൻ ശ്രമിച്ചാൽ, വൺ ടൈമിൽ, ഒരൊറ്റ ടൈമിൽ കൂടുതൽ സ്റ്റെപ്പുകൾ എടുത്ത് സാധിച്ചാൽ നമുക്ക് പല ഇഞ്ചുറീസും പറ്റാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ഇതേപോലെ തന്നെയാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഒരു കാര്യമാണ് നമ്മൾ കോൺസെൻട്രേറ്റഡ് ആയിട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ മോർ ബെറ്റർ റിസൾട്ട് നമുക്ക് കിട്ടും. ഡ്രൈവ് ചെയ്യുകയാണെങ്കിൽ ഡ്രൈവിങ്ങിൽ കോൺസെൻട്രേറ്റഡ് ആയിരിക്കാം. നമ്മൾ പഠിക്കുകയാണെങ്കിൽ പഠിക്കുന്നതിൽ കോൺസെൻട്രേറ്റഡ് ആയിരിക്കാം. ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ അതിൽ കോൺസെൻട്രേറ്റഡ് ആയിരിക്കാം. ഭക്ഷണത്തിന് ആസ്വദിച്ച് കഴിക്കണം എന്നാണ് പറയുന്നത്. നമ്മൾ ശരിക്കും എന്താ ചെയ്യുക? കുട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കാൻ വേണ്ടിയിട്ട് മൊബൈലാണ് ഓൺ ആക്കി കൊടുക്കും. സത്യത്തിൽ നമ്മൾ നമ്മളെ കുട്ടികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റാണ്. ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചാൽ മാത്രമേ അതനുസരിച്ചുള്ള ഹോർമോണുകൾ നമ്മളുടെ ഉള്ളിൽ പ്രൊഡ്യൂസ് ചെയ്യുള്ളൂ. ആ ഭക്ഷണത്തിനെ ദഹിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഹോർമോണുകൾ നമ്മളുടെ ശരീരത്തിന്റെ ഉള്ളിൽ എന്ത് ചെയ്യുള്ളൂ? പ്രൊഡ്യൂസ് ചെയ്യുകയുള്ളൂ എന്നാണ് പറയപ്പെടുന്നത്. അപ്പൊ അതിന്റെ യഥാർത്ഥ സംഭവം കിട്ടണമെങ്കിൽ, യഥാർത്ഥ എഫക്റ്റ് കിട്ടണമെങ്കിൽ അതിനെ ആസ്വദിച്ച് കഴിക്കണം. ആസ്വദിച്ച് കഴിക്കണം. അത് വലിയൊരു ഒരു സംഭവമാണ്. ഓക്കെ. അപ്പൊ മൾട്ടി ടാസ്കിംഗ് സിസ്റ്റം, നമ്മൾ കുറേ കാര്യങ്ങൾ ചെയ്ത് തീർക്കുക. നിങ്ങൾ ശരിക്കും ശ്രദ്ധിച്ചു നോക്കി. നമ്മള് രാവിലെ എന്താ പറയാ, ഗ്യാസിന്മേ പാല് വെച്ചു, അതിന്റെ ഇടയിൽ കൂടെ നമ്മൾ മിറ്റടിക്കാൻ പോയി, അതിന്റെ ഇടയിൽ കൂടെ നമ്മൾ എന്താ പറയാ ടാങ്കിലേക്കുള്ള മോട്ടർ, കിണറിന് മോട്ടർ സ്വിച്ച് ഇട്ടു, അതിന്റെ ഇടയിൽ കൂടെ നിങ്ങളെ കുട്ടി എണീറ്റ് വരുന്നു. ഇതെല്ലാം കൂടെ ചെയ്യുമ്പോ ഏതിലും നിങ്ങൾക്ക് പെർഫെക്ഷൻ ഉണ്ടാവില്ല. അപ്പൊ പാല് തിളച്ചു വെക്കും, മുറ്റം പകുതിയിലിട്ടിട്ട് ഓടി വരേണ്ടി വരും, പിന്നെ ടാങ്ക് നിറഞ്ഞൊലിക്കും. അപ്പൊ നമ്മൾ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും ഇങ്ങനെ ഓടി, ഒന്നും കംപ്ലീറ്റ്, എല്ലാം ഇൻകംപ്ലീറ്റഡ് ആയിരിക്കും. എന്താ കാരണം? മൾട്ടി ടാസ്കിങ് ഈസ് ഇംപോസിബിൾ ഇൻ അവർ ലൈഫ്. നമ്മളുടെ ജീവിതത്തിൽ അത് ഇമ്പോസിബിൾ ആണ്. നമുക്ക് ഏറ്റവും നല്ല റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കൂല. അപ്പൊ മൾട്ടി ടാസ്കിംഗ് സിസ്റ്റം നമ്മൾ ഒഴിവാക്കുക. പിന്നെന്താണ്? ടേക്ക് എ ഷോർട്ട് ബ്രേക്സ്. അതായത് ചെറിയ ചെറിയ ബ്രേക്കുകൾ എടുക്കുക. 1 മണിക്കൂർ കഴിയുമ്പോൾ എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ 1 മണിക്കൂർ, 1.5 മണിക്കൂറൊക്കെ കഴിയുമ്പോൾ ചെറിയ ചെറിയ ബ്രേക്സ് നമ്മൾ കൊടുക്കുക. ചെറിയ ഇന്റർവെൽസ് കൊടുക്കുക. ഇപ്പൊ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ചെറിയൊരു ഇന്റർവെല് കൊടുക്കുക. അതേപോലെ നമ്മൾ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ചെറിയൊരു ഇന്റർവെല് കൊടുക്കുക. നമ്മൾ എന്തെങ്കിലും ഒരേ സീറ്റിൽ ഇരുന്നുകൊണ്ട് എന്തെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്, 1 മണിക്കൂർ കഴിയുമ്പോൾ ജസ്റ്റ് എണീറ്റ് നടക്കേ, എന്തെങ്കിലും ഒരു ചെറിയ ഇന്റർവെൽസ് കൊടുക്കുക. സ്മോൾ ബ്രേക്സ്. എപ്പോ? 90 മിനിറ്റ്സിന്റെയും പിന്നെ 120 മിനിറ്റ്സിന്റെയും ഇടയിൽ വരുന്ന സമയങ്ങൾ. 90 മിനിറ്റ്, അതായത് 1.5 മണിക്കൂർ ഒക്കെ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട പണിയാണ്. 1 മണിക്കൂറിൽ 1.5 മണിക്കൂറൊക്കെ വർക്ക് ചെയ്താൽ 1 മണിക്കൂർ തന്നെ പറയാം. 60 മിനിറ്റ് ടു 90 മിനിറ്റ്സ് നമുക്ക് പറയാം. 1 മണിക്കൂർ, 1.5 മണിക്കൂർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ചെറിയ സ്മോൾ ബ്രേക്സ് നമുക്ക് കൊടുക്കാം. ഇതൊക്കെ നമ്മൾ എന്തിനെ വർക്ക് ചെയ്യിക്കും? മെന്റൽ എനർജി കൂട്ടാൻ എന്ത് ചെയ്യും? സഹായിക്കും. എന്തിനാണ്? മെന്റൽ എനർജി കൂട്ടാൻ സഹായിക്കും. പിന്നെ അതേപോലെ തന്നെ എന്താ വെച്ചാൽ നമ്മളെ എക്സ്ക്യൂസസുകളൊക്കെ ഒന്ന് റെഡ്യൂസ് ചെയ്യാം. നമ്മളിങ്ങനെ എപ്പോഴും നമുക്കൊരു പ്രത്യേകത, നമ്മൾ ഈ എക്സ്ക്യൂസുകളുടെ രാജാക്കന്മാരാണ്. ഈ എക്സ്ക്യൂസുകളെ കുറക്കുക. എന്താ കാര്യം വെച്ചാല് ഈ എക്സ്ക്യൂസുകളെ നമ്മൾ എപ്പോഴും നശിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആ എക്സ്ക്യൂസുകൾ കുറക്കുക. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയ നമ്മൾ അനാവശ്യമായിട്ട് ഉപയോഗിക്കുന്നത് കുറച്ച് കുറക്കുക. അപ്പോഴൊക്കെ നമ്മളുടെ മെന്റൽ എനർജി എന്ത് ചെയ്യും? മെന്റൽ എനർജി കൂടും. അത് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞതെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. പക്ഷെ നമ്മൾ ഇതിനൊരു സിസ്റ്റം ആക്കിയിട്ട് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ ആക്ഷൻ ആക്കി മാറ്റുകയാണെങ്കിൽ നമ്മൾ മോർ ബെറ്റർ. ഇതിനാണ് ഈ പറയുന്ന കാര്യങ്ങൾ. അതേപോലെ അടുത്ത സാധനമാണ് ഇമോഷണൽ എനർജി.
എവിടുന്നാണ് ഈ ഇമോഷണൽ എനർജി നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുക? അതൊരു ഇമോഷണൽ എനർജി നമുക്ക് നമ്മളുടെ ശരിക്കും പറഞ്ഞാല് നമ്മൾ ഇമോഷണൽ എനർജി നമ്മൾ സ്പെൻഡ് ചെയ്ത് നമ്മൾ ആരുടെ കൂടെയാണോ സമയം ചെലവഴിക്കുന്നത് അവിടെ നിന്നാണ് നമ്മളുടെ ഇമോഷണൽ എനർജി നമ്മളിലേക്ക് ബിൽഡ് ആവുന്നത്. ശ്രദ്ധിച്ച് കേൾക്കണേ. നമ്മൾ ആരുടെ, അതായത് എപ്പോഴും നമ്മൾ സ്പെൻഡ് ചെയ്ത് നമുക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള, നമ്മളോട് ഇഷ്ടമുള്ള, അതേപോലെ നമ്മളെ വാല്യൂ കൽപ്പിക്കുന്ന ആളുകളുമായിട്ടാണ് നമ്മളെ സമയം എപ്പോഴും നമ്മൾ ചെലവഴിക്കേണ്ടത്. അങ്ങനെ വരുമ്പോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ ഇമോഷണൽ എനർജി നമുക്ക് കൂട്ടാൻ പറ്റും. എന്താണ്? നമ്മൾക്ക് സപ്പോർട്ടുള്ള, നമുക്ക് സപ്പോർട്ടീവ് ആയിട്ടുള്ള ആ ഒരു ടീമിന്റെ കൂടെ, ആ ഒരു ടീമിന്റെ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? നമ്മളുടെ സമയം ചെലവഴിക്കുന്നത് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മളുടെ ഇമോഷണൽ എനർജി കൂടും. ഈ ഇമോഷണൽ എനർജി നമ്മൾ എന്താ ഭയങ്കരമായിട്ട് ഇത് കൂടിയില്ലെങ്കിലുള്ള ഒരു പ്രോബ്ലം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മളെ ഡ്രെയിൻ ചെയ്യുന്ന ആളുകളായിട്ട്, നമ്മളെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ തകർക്കുന്ന, നമ്മളുടെ ദ്രവിപ്പിക്കുന്ന ടൈപ്പ് ആളുകൾ, നമ്മളെ എപ്പോഴും കുറ്റപ്പെടുത്തുന്ന, നമ്മളെ അല്ലെങ്കിൽ നമ്മളിൽ ഒരു എന്താ പറയാ ഉയർച്ചയൊന്നും നമ്മൾ ആഗ്രഹിക്കാത്ത ആളുകളുമായിട്ട് നമ്മൾ എന്ത് ചെയ്യാതിരിക്കുക, ബന്ധപ്പെടാതിരിക്കുക, അല്ലെങ്കിൽ അവരൊപ്പം സമയം ചെലവഴിക്കാതിരിക്കുക. അപ്പൊ നമ്മൾ ആരെ കൂടെയാണോ ചെലവഴിക്കുന്നത് അതനുസരിച്ചിട്ട് നമ്മളുടെ എനർജി എന്ത് ചെയ്യും? നമ്മുടെ ഇമോഷണൽ എനർജി കൂടും. അതുകൊണ്ടാണ് ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങളിപ്പോ ഈ ഇമോഷണൽ എനർജി കൂടും എന്ന് പറയുമ്പോൾ, ഞാനിപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണെങ്കിലും ഞാൻ നിങ്ങളിലേക്ക് പ്രവഹിച്ചുകൊണ്ട്, നിങ്ങൾ എവിടെക്കോ ഇരിക്കുന്ന ആൾക്കാരാണ്, നിങ്ങളെ ഉള്ളിലേക്ക് ഞാൻ തരുന്നത് ഒരു എനർജിയാണ്. ആ എനർജി നിങ്ങളെ ഉള്ളിലേക്ക് എത്തുമ്പോൾ ഉണ്ടാവുന്നതാണ്. അപ്പൊ ഈ ക്ലാസ്സിൽ സ്ഥിരമായിട്ട് കയറുന്ന ആൾക്കാരുണ്ട് ഇതില്, അവർക്ക് എന്താണ്, ഈ കമ്മ്യൂണിറ്റിയിൽ വരുമ്പോ ഒരു എനർജിയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ഇതേപോലെയുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ആ എനർജി നമ്മളിൽ പ്രൊഡ്യൂസ് ചെയ്യും. ഇമോഷണൽ എനർജി, ആ ഇമോഷണൽ എനർജി നമ്മളിൽ പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കുക, നമ്മൾ ടൂറൊക്കെ പോകുമ്പോ നമ്മൾ ആരെ കൂടെയാണോ ടൂർ പോകുന്നത് അതനുസരിച്ചിട്ടാണ് നമ്മളുടെ എനർജി ഉണ്ടാവുക. നമ്മളെ കൂടെ ആരാണുള്ളത് അതനുസരിച്ചിട്ടാണ് നമ്മളെ എനർജി ക്രിയേറ്റ് ചെയ്യുക. നമ്മള് ഹസ്ബൻഡിന്റെ കൂടെ പോകുമ്പോ വേറെ എനർജി ആയിരിക്കും, നമ്മളുടെ കാമുകന്റെ കൂടെ പോകുമ്പോ വേറെ എനർജി ആയിരിക്കും. ശ്രദ്ധിക്കണേ. ആയിരിക്കും. ഫാമിലിന്റെ കൂടെ പോകുമ്പോ വേറെ എനർജി ആയിരിക്കും. സുഹൃത്തുക്കളെ കൂടെ, ഫ്രണ്ട്സിന്റെ കൂടെ പോകുമ്പോ വേറെ എനർജി ആയിരിക്കും. ഇനി ഇതൊന്നും അല്ലാതെ നമ്മൾ കഷ്ടപ്പെട്ടിട്ട് നിവൃത്തിയില്ലാതെ നമുക്ക് ഇഷ്ടപ്പെടാത്ത ആളുകളുടെ കൂടെയാണ് പോകുന്നത് വെച്ചാൽ നമ്മളുടെ എനർജി വേറെ ലെവലായിരിക്കും. അപ്പൊ നമുക്ക് എല്ലാം ഫീൽ ചെയ്യും, ദൂരം ഫീൽ ചെയ്യും, ക്ഷീണം ഫീൽ ചെയ്യും, എല്ലാം ഫീൽ ചെയ്യും. ബിക്കോസ് എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മളുടെ എനർജി ലോസ് ഒരു ലെയറിൽ സംഭവിക്കുകയാണ്. ആ ഒരു ലെയറിൽ സംഭവിക്കുന്നതോട് കൂടിയിട്ട് എല്ലാത്തിനും ഓവറോൾ അത് ബാധിക്കും. ഓക്കെ. പിന്നെ ഇതിനെ വളർത്താനുള്ള അടുത്തൊരു സാധനം എന്ന് വെച്ചാൽ, നമ്മള് കുറച്ച് സമയം, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും കൊടുക്കുക. നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെ ദൈവത്തിന്, അല്ലെങ്കിൽ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നമ്മളെ സഹായിച്ച, നമ്മളെ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മളെ സഹായിച്ച ആളുകൾക്കൊക്കെ ഒരു ഗ്രാറ്റിറ്റ്യൂഡ്, ഒരു 5 മിനിറ്റ് 10 മിനിറ്റ് നമ്മളൊരു ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും കൊടുക്കുക. നമ്മളെ പലതൊന്നും കരകയറ്റിയ ആൾക്കാരുണ്ടാവും, നമ്മളെ പല സമയത്തും നമ്മളെ സഹായിച്ച ആൾക്കാരുണ്ടായിരിക്കും. അവരോടൊരു നന്ദി നമ്മൾ കൊടുക്കുക. അയാൾ അറിയോ അറിയില്ല എന്നുള്ളതല്ല പ്രശ്നം. നമ്മൾ എന്ത് ചെയ്യുക? ഒരു നന്ദി കൊടുക്കുക. അതിലെ ഉപരി നമ്മളുടെ ദൈവത്തിന് നമ്മളൊരു നന്ദി കൊടുക്കുക. അതേപോലെ നമ്മുടെ രക്ഷിതാക്കൾക്ക് നമുക്ക് ഒരു നന്ദി കൊടുക്കുക, ഒരു ഗ്രാറ്റിറ്റ്യൂഡ് കൊടുക്കുക. ഇതൊക്കെ കൊടുക്കുമ്പോൾ നമ്മളുടെ മെന്റൽ എനർജി ഓട്ടോമാറ്റിക്കലി കൂടിക്കൊണ്ടിരിക്കും. അതേപോലെ തന്നെ നമ്മൾ നോ പറയാൻ പഠിക്കുക. നമുക്ക് എന്താ പറയാ, പറ്റാത്ത കാര്യങ്ങളോട്, നമ്മളെ ഡ്രെയിൻ ചെയ്യുന്ന, നമ്മളെ നശിപ്പിക്കുന്ന കാര്യങ്ങളോട് നമ്മൾ നോ പറയാൻ പഠിക്കാം. സേ നോ. എനിക്ക് പറ്റില്ല, ഞാനില്ല എന്ന് പറയാൻ പഠിക്കാം. അത് നമ്മൾ പറയാത്തോടത്തോളമാണ് പല പ്രശ്നങ്ങളും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യം വരുന്നത്. അപ്പൊ അത് നമ്മൾ പറയാൻ പഠിക്കാം. ഇതെല്ലാം നമ്മളുടെ എന്തിനെ ബാധിക്കുന്നത്? നമ്മളുടെ ഇമോഷണൽ എനർജിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ്. അതേപോലെ തന്നെ എന്നും ഒരു ആക്ടിവിറ്റി, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ആക്ടിവിറ്റി, നമുക്ക് സന്തോഷം ഉണ്ടാക്കുന്ന ആക്ടിവിറ്റി എന്നും നിങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പിക്കാം. എന്താണ്, ചില ആളുകൾക്ക് ഒറ്റയ്ക്ക് പാട്ട് കേൾക്കണമായിരിക്കും. ഓക്കെ. ചില ആളുകൾക്ക് ഒന്ന് ജസ്റ്റ് ഡാൻസ് കളിക്കലായിരിക്കും. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനം പലർക്കും പലത്. ചില ആളുകൾക്ക് എഴുതലായിരിക്കും,
ചില ആളുകൾക്ക് വായിക്കില്ല. അങ്ങനെ നിങ്ങൾക്ക് എനർജി ഉണ്ടാക്കുന്ന, നിങ്ങൾക്ക് സന്തോഷം ഉണ്ടാക്കുന്ന എന്തെങ്കിലും ഒരു പ്രവൃത്തിയിൽ നിങ്ങൾ എന്നും കുറച്ച് സമയം ഇടപെട്ടു അല്ലെങ്കിൽ ചെയ്തു എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തുക. ഇതാണ് ഈ മൂന്നിന്റെയും ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ്. ഇപ്പൊ നമ്മൾ ഒന്നും കൂടെ പറയാം. ഒന്ന്, നമുക്ക് ഉണ്ടാവേണ്ട എനർജി എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ എനർജിയാണ്. എന്താണ് ഫിസിക്കൽ എനർജി? ഫിസിക്കൽ എനർജി എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ്? നമ്മളുടെ സ്ട്രെങ്ത്തിനെയും നമ്മുടെ സ്റ്റാമിനയും നമ്മുടെ ഹെൽത്തിനെയും ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഫിസിക്കൽ എനർജി എന്ന് പറയുന്ന കാര്യം ഉണ്ടാവുന്നത്. അടുത്തത് നമ്മൾ പറഞ്ഞത് മൈൻഡ്, ഇത് മെന്റൽ എനർജി. മെന്റൽ എനർജി എന്ന് പറയുന്നത് നമുക്കുണ്ടാവുന്നത് സ്വാഭാവികമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളുടെ മോട്ടിവേഷൻ, അതേപോലെ നമ്മുടെ ഫോക്കസ്, നമ്മളുടെ ക്ലാരിറ്റി, നമ്മളുടെ പോണ ക്ലാരിറ്റി, ഇതൊക്കെയാണ് എന്ത് നമ്മളുടെ മെന്റൽ എനർജി എന്ന് പറയുന്ന സാധനം. അടുത്തത് നമ്മളുടെ ഇമോഷണൽ എനർജിയാണ്. ഇമോഷണൽ എനർജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ കോൺഫിഡൻസ്, അതേപോലെ തന്നെ നമ്മളുടെ റിസൈലൻസ്, അതേപോലെ തന്നെ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാവേണ്ട മൂഡ്, നമ്മളുടെ മൂഡ് ഇതനുസരിച്ചിട്ടാണ് എന്തുണ്ടാവുക, ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇമോഷണൽ എനർജി എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഫസ്റ്റ് തന്നെ നമ്മൾ പറയാണ് എങ്ങനെയാണ് നമുക്ക് ഇതിനെ ബിൽഡ് ചെയ്യാൻ പറ്റുക, എങ്ങനെയാണ് ബിൽഡ് ചെയ്യാൻ പറ്റുക, ഫിസിക്കൽ എനർജിനെ എങ്ങനെ ബിൽഡ് ചെയ്യാം? നമ്മൾ കൃത്യമായിട്ടുള്ള ഉറക്കത്തിലൂടെ നമുക്ക് നമ്മളുടെ ഫിസിക്കൽ എനർജി ബിൽഡ് ചെയ്യാം. നല്ല ഫുഡ് കഴിക്കുന്നതിലൂടെ നമുക്ക് ഫിസിക്കൽ എനർജി ബിൽഡ് ചെയ്യാം. വെള്ളം നന്നായിട്ട് ആവശ്യത്തിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇത് പറയുന്നത് 20 to 25 kg ഉള്ള ഒരാള് 1 ലിറ്റർ വെള്ളം കുടിക്കണം എന്നാ പറയാ ഒരു ദിവസം. 20 to 25 കിലോ ഉള്ള ഒരാള് ഒരു ദിവസം 1 ലിറ്റർ വെള്ളം കുടിക്കണം. അപ്പോ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു 50 കിലോ ഉള്ള ആളാണെങ്കിൽ അയാൾ 2 ലിറ്റർ വെള്ളം കുടിക്കണം. ഏത് വെള്ളം? പച്ചവെള്ളം കുടിക്കണം. ചുടുവെള്ളമല്ല, പച്ചവെള്ളം കുടിക്കണം എന്നാണ് പറയുന്നത്. അപ്പോ മിനിമം അല്ല, അതാണ് അതിന്റെ ശരിയായ വശം. അല്ലെങ്കിൽ 20 കിലോ ഇങ്ങനെയാണെങ്കിലും അപ്പൊ ഒരു 2.5 ലിറ്റർ വെള്ളം കുടിക്കണം. അത്ര കുടിക്കാനേ പാടുള്ളൂ, അത്ര മതി. അതാണ് ഇതിന്റെ കണക്ക്. അപ്പൊ വെള്ളം നന്നായിട്ട് കുടിക്കണം, ആവശ്യത്തിന് കുടിക്കണം. അടുത്തത് എന്താ വെച്ചാൽ നമ്മൾ എന്നും ഒരു മൂവ്മെന്റ്, നമ്മളുടെ ശരീരം ഒന്ന് ചലിപ്പിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നമ്മൾ ഉറപ്പുവരുത്തണം. നടക്കുക അല്ലെങ്കിൽ കുറച്ച് എക്സസൈസ്, ഒരു 30 മിനിറ്റ്സിന്റെ സമയം നമുക്ക് വേണമെങ്കിൽ നിങ്ങൾ മുറ്റമടിക്കുക, അതൊക്കെ പറ്റും, അതൊക്കെ അതിൽ പറ്റിയ കാര്യങ്ങളാണ്. ആ എക്സസൈസ് നിങ്ങൾ ചെയ്തിരിക്കണം എന്നുള്ളത് തീരുമാനിക്കണം. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ ഫിസിക്കൽ എനർജീനെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അടുത്തത് നമ്മളുടെ മെന്റൽ എനർജിയാണ്. മെന്റൽ എനർജി എന്ന് പറയുന്നത് ഒരു ദിവസം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അന്ന് നമുക്കൊരു ലക്ഷ്യം ഉണ്ടായിരിക്കാം, ഒരു ഗോള് നമ്മൾ ഉണ്ടാക്കിയിരിക്കാം. ഇന്നത്തെ ദിവസം ഇതാണ് എന്റെ ഗോള്. അങ്ങനെ ഒരു ഗോള് നമ്മൾ പ്ലാൻ ചെയ്യാം. മൾട്ടി ടാസ്കിങ് പ്രോഗ്രാമുകളെ നമ്മൾ അവോയ്ഡ് ചെയ്യാം. മൾട്ടി ടാസ്കിങ് കുറേ പരിപാടികൾ പലതും ചെയ്യും, അവിടെ ചെയ്യുന്നു, ഇവിടെ ചെയ്യുന്നു, അവിടെ ചെയ്യുന്നു, ഒന്നിലും നമുക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കഴിയില്ല. അപ്പൊ നമ്മൾ മൈൻഡ്ഫുൾനെസ് കൂട്ടിയിട്ട് ഒന്ന് ചെയ്യാം. അപ്പൊ നമ്മുടെ എന്ത് ചെയ്യും, നമ്മുടെ ഈ എനർജി കൂടും. അതേപോലെ തന്നെ ചെറിയ ഷോർട്ട് ബ്രേക്ക്, ടേക്ക് എ ഷോർട്ട് ബ്രേക്ക് ടു 60 to 90 മിനിറ്റ്സിന്റെ, അല്ലെങ്കിൽ അതായത് 1 മണിക്കൂർ 1.5 മണിക്കൂറിന്റെ ഉള്ളിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പ്രവൃത്തി ചെയ്താൽ നമ്മൾ ഒരു ചെറിയ ബ്രേക്ക് എടുക്കാം, വളരെ ചെറിയൊരു ബ്രേക്ക് എടുക്കാം. അതിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മളുടെ മെന്റൽ എനർജിനെ കൂട്ടാൻ സാധിക്കും. അതേപോലെ തന്നെ നമുക്ക് പിന്നെ നമ്മൾ ഈ എക്സ്ക്യൂസുകളെ റെഡ്യൂസ് ചെയ്യാം. എക്സ്ക്യൂസുകൾ എന്ത് കാര്യം എല്ലാം ഇങ്ങനെ മാറ്റി വെക്കണ പ്രൊക്കാസ്റ്റിനേഷനും അതേപോലെ തന്നെ എക്സ്ക്യൂസുകൾ. അതേപോലെ സോഷ്യൽ മീഡിയനെ നമ്മൾ ആവശ്യമില്ല, സോഷ്യൽ മീഡിയനെ 2 രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയനെ നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കാം, മോശം രീതിയിൽ ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഉപകാരമുള്ള രീതിയിൽ ഉപയോഗിക്കാം, അല്ലെങ്കിൽ നമുക്ക് ഉപകാരം ഇല്ലാതെ ടൈം പോകുന്ന രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. അപ്പോ ഈ സോഷ്യൽ മീഡിയനെ ഉപയോഗിക്കൽ കുറച്ച് കുറക്കാം. അടുത്തത് നമ്മളുടെ ഇമോഷണൽ എനർജിയാണ്. ഇമോഷണൽ എനർജിനെ നമുക്ക് എങ്ങനെ ബിൽഡ് ചെയ്യാം? ഇമോഷണൽ എനർജിനെ ബിൽഡ് ചെയ്യണമെങ്കിൽ നമ്മളുടെ സമ്പർക്കം ആരുമായിട്ടാണോ, നമ്മളുടെ കൂട്ടുകൂടുന്നത് ആരുമായിട്ടാണോ, അത് നമ്മളുടെ വെൽവിഷേഴ്സിന്റെ കൂടെ, നമുക്ക് ഇഷ്ടപ്പെടുന്ന ആളുകളുടെ കൂടെ, നമ്മളുടെ ഉയർച്ച ആഗ്രഹിക്കുന്ന ആളുകളുടെ കൂടെ സമയം ചെലവഴിക്കാൻ ശ്രദ്ധിക്കാം. നമ്മളെ നശിപ്പിക്കുന്ന അല്ലെങ്കിൽ നമ്മളെ തളർത്തുന്ന, അതായത് തളർത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ലത് ഉദ്ദേശിച്ചിട്ട് പറയുന്ന ആൾക്കാരുണ്ടാവും കേട്ടോ. അവര് നമ്മളുടെ എന്താ പറയാ, നമ്മളുടെ ഗുണകാംക്ഷികളായിരിക്കും.
അവര് നമ്മളോട് എന്തെങ്കിലും കാര്യം നമ്മളെ തളർത്തുന്നുണ്ട്, അത് എന്തിനായിരിക്കും? നമുക്കൊരു ഒരു ബെനിഫിറ്റ് കിട്ടാനാ. അങ്ങനത്തെ അല്ല ഞാൻ പറഞ്ഞത്. നമ്മളെ ഏത് സമയത്തും നമ്മളെ കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇങ്ങനത്തെ ആളുകളായിട്ടുള്ള സമ്പർക്കം നമ്മൾ കുറക്കുക. നമ്മളുടേതിലേറെ സ്റ്റാൻഡേർഡ് താഴ്ന്ന ആളുകളുമായിട്ടുള്ള സമ്പർക്കം നമ്മൾ കുറക്കുക. ഇതൊക്കെയാണ് ഇതിന് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ. നമ്മൾക്കൊരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ആ സ്റ്റാൻഡേർഡ് അനുസരിച്ചുള്ള ആളുകളുമായിട്ട് ചെയ്യുക. നമ്മുടെ വെൽ വിഷേഴ്സുമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക? കൂട്ടുകൂടുക. നമ്മളെ ഏഹ് വളർച്ച ആഗ്രഹിക്കുന്ന ആളുകളുമായിട്ട് കൂട്ടുകൂടുക. അത് പ്രായം ഒന്നും വ്യത്യാസം ഒന്നുമില്ല. അത് ചെയ്യാം. അതേപോലെ തന്നെ മറ്റൊന്നെന്താ വെച്ചാല് നമ്മള് ഗ്രാറ്റിറ്റ്യൂഡ് ഗ്രാറ്റിറ്റ്യൂഡ് എപ്പോഴും നമ്മൾ കൊടുക്കാം. ദൈവത്തിനും നമ്മളുടെ രക്ഷിതാക്കൾക്കും അതുപോലെ തന്നെ നമ്മളെ ഇതുപോലെ സഹായിച്ച പല ആളുകളുണ്ടായിരിക്കും. ടീച്ചേഴ്സ് ഉണ്ടായിരിക്കും, സുഹൃത്തുക്കൾ ഉണ്ടായിരിക്കും, അല്ലെ ഇങ്ങനെ കുറെ ആളുകൾ ഉണ്ടായിരിക്കും. ഇവരോട് നമ്മൾ എപ്പോഴും നന്ദിയുള്ളവരായി മാറാം. അതിന് ഗ്രാറ്റിറ്റ്യൂഡിന് കുറച്ച് സമയം കൊടുക്കാം. കുറച്ച് സമയം 2-3 മിനിറ്റ് കൊടുക്കുക ഒരു ദിവസത്തിൽ. 24 മണിക്കൂറുണ്ട്, അതിലാകെ കൊടുക്കേണ്ട അത്ര സമയം കൊടുക്കാം. അതേപോലെ തന്നെ നമ്മള് നോ പറയാൻ പഠിക്കാം. നോ പറയാൻ. എന്തിനാണ് നോ പറയേണ്ടത്? നമുക്ക് അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ നോ പറയാൻ പഠിക്കാം. അൺനെസസറി ആയിട്ടുള്ള കാര്യങ്ങളോട് നോ പറയാൻ പഠിക്കാം. ഇത് ആണ് നമ്മളുടെ. അതേപോലെ തന്നെ ഒന്നും കൂടെ ഉണ്ട്. നമ്മള് നമ്മള് എന്താ പറയാ, ഒരു ദിവസം അറ്റ്ലീസ്റ്റ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു കാര്യങ്ങളും എനിക്ക് സന്തോഷം കിട്ടുന്ന, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യമെങ്കിലും എല്ലാ ദിവസവും ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ഉറപ്പുവരുത്താം. നമ്മൾ പാട്ട് കേൾക്കലോ അല്ലെങ്കിൽ എന്റർടൈൻമെന്റ്സ് എന്തെങ്കിലും ആയിരിക്കാം, മേ ബി. അങ്ങനത്തെ കാര്യം ഞാൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തുക എല്ലാ ദിവസവും. ഇങ്ങനെ പോകുമ്പോൾ നമ്മളുടെ ഇമോഷണൽ ഹെൽത്ത് എന്ത് ചെയ്യും? വളരെയധികം ഇൻക്രീസ് ആകും. ഓക്കെ, അടുത്ത സംഭവം എന്താ വെച്ചാൽ നമ്മള് എനർജി ഡ്രൈനേഴ്സ് എന്തൊക്കെയാ നോക്കാം. ഒന്ന് ലൈറ്റ് നൈറ്റ്സ് ആണ്. ലൈറ്റ് നൈറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഉറക്കമില്ലാത്ത രാത്രികൾ അല്ലെങ്കിൽ ഉറങ്ങാത്ത രാത്രികൾ, ഉറക്കമൊഴിക്കാം, രാത്രി ഉറക്കമൊഴിക്കാം. ഇത് നമ്മളുടെ എനർജി ഡ്രൈനറാണ്. അതേപോലെ എന്താ പറയാ, ഒരു മിനിറ്റ് നോക്കട്ടെ. നമ്മള് ഭക്ഷണം ഒഴിവാക്കുക. സ്കിപ്പിംഗ് മീൽസ്. നമ്മൾ ഭക്ഷണം ഒഴിവാക്കുക. അതൊരു ഭയങ്കര എനർജി ഡ്രൈനറാണ്. ഭക്ഷണം ഒഴിവാക്കാൻ. ചില ആളുകളുണ്ട്, നമ്മള് ഈ ഒന്നും നോക്കാതെ ഭക്ഷണം ഒഴിവാക്കും. ഭക്ഷണം കഴിക്കേണ്ട സമയത്ത് പോലും കഴിക്കാതെ ഒഴിവാക്കുന്നത് എനർജി ഡ്രൈനർ. അത് നമ്മളെ നശിപ്പിക്കും. അപ്പൊ അത് ഒഴിവാക്കുക. അതേപോലെ നെഗറ്റീവ് ആയിട്ടുള്ള നെഗറ്റീവ് ആയിട്ടുള്ള സെൽഫ് ടോക്കുകൾ. എനിക്ക് കഴിയൂല, ഇന്നൊന്നിനും പറ്റൂല, ഞാൻ ചെയ്യൂല, ഇന്ന ഇതിന് പറ്റാത്ത ആളാണ്, എന്നെ കാണാൻ ഭംഗിയില്ല, ഇന്നതില്ല, അങ്ങനത്തെ ഒക്കെ പറയുന്ന ആ നെഗറ്റീവ് ടോക്സ് നമ്മൾ ഒഴിവാക്കാം. നമ്മളോടുള്ള സെൽഫ് ടോക്സ് ഒഴിവാക്കാം. നെഗറ്റീവ് സെൽഫ് ടോക്സ് നമ്മൾ ഒഴിവാക്കുക. അത് നമ്മൾ എന്ത് ചെയ്യും? നശിപ്പിക്കും. അതേപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യാം. ആവശ്യമില്ലാതെ വേറൊരാളായിട്ടും താരതമ്യം ചെയ്യാം. ഞാൻ വേറൊരാളോട്ട് താരതമ്യം ചെയ്യാം. എന്നിലേറെ ഉയർന്ന ഒരാളായിട്ട് താരതമ്യം ചെയ്യാം. വെറുതെ താരതമ്യം ചെയ്യാം. ആ താരതമ്യം ചെയ്യൽ നമ്മളെ എന്ത് ചെയ്യും? നമ്മളെ ഡ്രൈൻ ചെയ്യും. അപ്പോ ഇതൊക്കെയാണ് നമ്മള്. അതേപോലെ അൺസ്ട്രക്ചേർഡ് റൊട്ടീൻസ് പറഞ്ഞു കഴിഞ്ഞാല് ജീവിതത്തിന് ഒരു ഓർഡർ ഇല്ലാതെ പോവാം, തോന്നിയ മാതിരി പോവാം. ഇതും നമ്മൾ എന്ത് ചെയ്യും? എനർജി ഡ്രൈൻ ചെയ്യും. അപ്പോ എനർജി ഡ്രൈൻ ചെയ്യണ കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ ബാരിയേഴ്സ് ആണ്. നമ്മളെ എനർജി ബിൽഡ് ചെയ്യാൻ സാധിക്കാത്ത സാധനങ്ങളാണ്. ഇതിനെ നമ്മൾ എന്ത് ചെയ്യാൻ മതി? ഇത്തരം കാര്യങ്ങളെ നമ്മൾ ശ്രദ്ധിച്ചാൽ ജീവിതത്തിൽ നമുക്ക് വിജയം ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ ജീവിതത്തിൽ വിജയം ഉണ്ടാക്കാതെ വേറെ ഒന്നിലും നമുക്ക് വിജയം ഉണ്ടാക്കാൻ സാധിക്കൂല കേട്ടോ. അത് ഞാൻ ഗ്യാരണ്ടി പറയണേ, ഒരിക്കലും സാധിക്കൂല. നമ്മുടെ ലൈഫിൽ നമുക്ക് വിജയം ഉണ്ടാക്കാൻ സാധിച്ചില്ലെങ്കിൽ നമുക്ക് വേറെ ഒന്നിലും വിജയം ഉണ്ടാക്കാൻ സാധിക്കൂല. ആ ലൈഫിൽ വിജയം ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് നമ്മളിൽ ഉണ്ടായിരിക്കണം. അതൊരു ഫോർമാറ്റിൽ നമ്മളെ കയ്യിൽ ഉണ്ടായിരിക്കണം. അതിനെ നമ്മൾ ആക്ഷൻ ആക്കി മാറ്റിയിരിക്കണം. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് ജീവിക്കാനുള്ളതല്ല നമ്മൾ. നമുക്ക് ഈ 3 എനർജി നിർബന്ധമാണ്. എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രവർത്തിക്കുവാനും നമുക്ക് ചിന്തിക്കുവാനും നമുക്ക് അനുഭവിക്കുവാനും നമുക്ക് മുന്നോട്ട് കുതിക്കുവാനും ആവശ്യമായിട്ടുള്ള ശക്തി കിട്ടണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ എനർജികളെല്ലാം ആവശ്യമാണ്.
ഈ 3 എനർജികളും, അതായത് നമ്മുടെ ഫിസിക്കൽ എനർജി, മെന്റൽ എനർജി, അതേപോലത്തെ ഇമോഷണൽ എനർജി, ഈ 3 സാധനങ്ങളും ഒരേപോലെ നമ്മൾ അലൈൻ ചെയ്യുമ്പോഴേ, ഒരേപോലെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുമ്പോഴേ നമ്മൾക്ക് എന്തുണ്ടാവുള്ളൂ, എപ്പോഴും നമ്മൾക്ക് ആക്റ്റീവ് ആയിരിക്കാനും നമ്മളുടെ ഏറ്റവും നല്ല പെർഫോമൻസ് നമുക്ക് ഉണ്ടാക്കാൻ സാധിക്കുള്ളൂ. ഏറ്റവും നല്ല പെർഫോമൻസ് ഉള്ളവരാണ് ഏറ്റവും നല്ല ഡിമാൻഡും വാല്യൂ ഉണ്ടാവുക. വേറുള്ള ഒന്നും ഇതിന് അടിസ്ഥാനമല്ല. അത് ഞാൻ എപ്പോഴും പറയുന്നതാണ്. ഇതിൽ വേറൊരു കാര്യത്തിനും വേറൊരു കാര്യങ്ങളും അടിസ്ഥാനമില്ല. അത് ഡിപ്പെൻഡിങ് ഓൺ യുവർ പെർഫോമൻസ് ആണ്. ആ പെർഫോമൻസ് ഉണ്ടാക്കണമെങ്കിൽ ഈ എനർജി നമ്മളുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ടായിരിക്കണം. അത് ബിൽഡ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഈ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളെ, ഇത് നമ്മൾ ഡെയിലി ചെയ്യുന്നതാണെങ്കിലും അതിനൊന്ന് നല്ലൊരു ഓർഡറിലാക്കിയിട്ട് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ലൈഫ് കളർഫുൾ ആവും, ലൈഫ് മാറും. ലൈഫ് മാറുമ്പോൾ എല്ലാത്തിനും എനർജി കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മളിലേക്ക് വന്നെടുക്കുന്ന നെഗറ്റീവുകളെല്ലാം നമുക്ക് തടഞ്ഞു നിർത്താൻ പറ്റും. ആ തടഞ്ഞു നിർത്താനെ പ്രിവെന്റ് ചെയ്യാനും അതിനുള്ള സൊല്യൂഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒഴുക്കിനെതിരെ നീന്തുന്ന മത്സ്യത്തിനെ പോലെ തന്റെ ജീവിതത്തിന്റെ പ്രതിസന്ധികൾക്കെതിരെ നമുക്ക് നീന്താൻ സാധിക്കും. ആ പ്രതിസന്ധികൾക്കിടയിലൂടെ നമ്മൾ നീന്തി കടന്ന് നമ്മളുടെ ലക്ഷ്യത്തിലേക്ക്, ഗോളിലേക്ക് എത്തുമ്പോൾ നമ്മളുടെ ജീവിതത്തിന് എന്തെങ്കിലും അർത്ഥം ഉണ്ടാവും. അല്ലെങ്കിൽ വേറൊരു കാര്യം ഉണ്ടാവില്ല. മറ്റുള്ളവർക്ക് പലതും പറയാം, മറ്റുള്ളവർക്ക് നമ്മളെ പലതും ചെയ്യാം. പക്ഷെ അതൊന്നും എന്നെ ബാധിക്കുന്നില്ല എന്നുള്ള രീതിയിൽ എനിക്കൊരു ലക്ഷ്യമുണ്ടെന്നും എന്റെ ലക്ഷ്യത്തിലേക്കാണ് ഞാൻ കുതിക്കുന്നതെന്നും അതിനു വേണ്ടിയിട്ട് ഞാൻ എന്നെയാണ് മേക്ക് ചെയ്യണത്, ഞാൻ എന്നെയാണ് മാറ്റുന്നത്, എന്നിലാണ് മാറ്റം സംഭവിപ്പിക്കേണ്ടത് എന്നും മനസ്സിലാക്കി കഴിഞ്ഞാൽ വേറെയുള്ള കാര്യങ്ങളൊന്നും നമുക്കൊരു പ്രശ്നം ഉണ്ടാവില്ല. എവിടെയാണോ ലീക്കേജ് ഉള്ളത് ബക്കറ്റിനെ അത് ലീക്കേജ് അടച്ചാൽ മതി. അപ്പൊ നമ്മൾ ഇതിന്റെ മുന്നേ നമ്മൾ പറഞ്ഞു, ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞു, ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ പറഞ്ഞു. അതന്നെയാണ് ഇത്. എന്തെങ്കിലും അതൊക്കെ ഇതിന്റെ ഭാഗമാണെങ്കിലും ഈ ഇന്റേണൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവല് ഇതിലൂടെയൊക്കെയാണ്. ഇതെല്ലാം കണക്റ്റഡ് ആണ്, കംപ്ലീറ്റ്ലി കണക്റ്റഡ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എനിക്ക് ആകെ നിങ്ങളോട് സംസാരിക്കാനുള്ളത് ഒരു മനുഷ്യന്റെ കാര്യമാണ്. ആ മനുഷ്യൻ എന്ന് പറയുന്നത് ആണോ പെണ്ണോ എന്നുള്ളതല്ല. അതില് നമ്മൾ എപ്പോഴും പറയും സ്ത്രീകൾ മാത്രം. എന്തുകൊണ്ടാ പറയുന്നത് വെച്ചാൽ ഏറ്റവും കൂടുതൽ ഈ കാര്യങ്ങൾ അറിയാതെ അല്ലെങ്കിൽ അശ്രദ്ധയോട് കൂടിയിട്ട് ജീവിതം നശിപ്പിക്കുന്ന ആളുകൾ, അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ട് സ്വന്തം ജീവിതത്തിന് അർത്ഥമില്ലാതെ, സ്വന്തം ജീവിതത്തിൽ ഒന്നും ആസ്വദിക്കാതെ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് മാത്രം എല്ലാം സഹിച്ചിട്ട് നിൽക്കുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് വുമൺസ് എംപവറിങ് എന്ന് പറയുന്നതിന്. അതുകൊണ്ടാണ് നിങ്ങൾ ജോലിക്ക് പോയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന 8,000 രൂപ അവർക്ക് വേണ്ടെങ്കിലും നിങ്ങൾക്ക് വേണം. നിങ്ങൾക്ക് കിട്ടുന്ന 10,000 രൂപ അവർക്ക് വേണ്ടെങ്കിലും നിങ്ങൾക്ക് വേണം. എന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് മുന്നോട്ട് പോകാൻ, നമുക്ക് സന്തോഷം ഉണ്ടാവാൻ, നമുക്ക് നമ്മുടേതായ കാര്യങ്ങളെ ചെയ്തെടുക്കാൻ, നമ്മൾ വേറുള്ള ആളുകൾക്ക് എന്തെങ്കിലുമൊക്കെ നമുക്ക് ചെയ്തു കൊടുക്കാം. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന എനർജി. ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ഈ രൂപത്തിൽ നമ്മളെ അലൈൻ ചെയ്യുക. എനർജി എന്ന് പറയുന്ന ഇതാണ്. ഈ എനർജി നമ്മളൊരു വാക്ക് കേട്ടിട്ടുണ്ടെങ്കിലും നമ്മൾ പല എനർജിയും കേട്ടു. സോളാർ എനർജി, അതേപോലെ തന്നെ പല എനർജികളും നമ്മൾ കേട്ടിട്ടുണ്ട്. എനർജി എന്ന് പറഞ്ഞാൽ ശക്തിയാണ്. ആ ശക്തി എന്താണെന്ന് ചോദിച്ചാൽ ഇതാണ്. ഈ 3 സാധനങ്ങൾക്കും നമുക്ക് ഉണ്ടാവുന്ന എനർജി എത്രത്തോളം ഉണ്ടോ അതനുസരിച്ചിട്ട് നമ്മളുടെ സ്പീഡ് കൂടും, നമ്മുടെ പെർഫോമൻസ് കൂടും, നമ്മളുടെ വാല്യൂ കൂടും. ഇതെല്ലാം നമ്മളെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ കൂടും. അപ്പൊ ചെയ്യാനുള്ള കുഞ്ഞു കുഞ്ഞു മാർഗങ്ങളാണെന്ന് പറഞ്ഞത്. അപ്പൊ എല്ലാവരോടും ഓൾ ദ ബെസ്റ്റ്. അപ്പൊ ഈ കാര്യങ്ങള് തുടരാ. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, ഇൻഷാ അല്ലാഹ്. ഗുഡ് നൈറ്റ്.